നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചക്കിടെ കേരളത്തിൻ്റെ പുറംകടലിൽ രണ്ടാമത്തെ കപ്പലും അപകടത്തിൽ. ആലപ്പുഴയ്ക്ക് സമീപം കടലിൽ മുങ്ങിയത് ലൈബീരിയൻ കപ്പൽ MSC എൽസ 3. കണ്ണൂർ അഴീക്കലിന് സമീപം അറബിക്കടലിൽ കത്തിയത് വാൻഹായ് 503 എന്ന സിംഗപ്പൂർ കപ്പൽ. അടിക്കടിയുള്ള കപ്പൽ അപകടങ്ങൾ ആധിയും ആശങ്കയും ഉണർത്തുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. ആകസ്മികമാണോ അതോ അട്ടിമറിയാണോ ഈ അപകടങ്ങൾ? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് സമഗ്രമായി പരിശോധിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറലും ഇന്ത്യൻ ഓഷ്യൻ ലീഗൽ സ്റ്റഡീസിലെ ലൈഫ് ടൈം പ്രൊഫസറും ചീഫ് മെൻറ്റർ ഹെഡുമായ ഡോക്ടർ പ്രഭാകരൻ പലേരി, കുസാറ്റിലെ മുൻ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം മേധാവിയും പ്രൊഫസർ ഓഫ് എമിറേറ്റ്സുമായ ഡോക്ടർ ജി മധു, തിരുവനന്തപുരം അതിരൂപത കേരള കത്തോലിക്ക അസോസിയേഷൻ പ്രസിഡന്റ് പാട്രിക് മൈക്കിൾ, ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ പ്രഭാകരൻ പലേരി, ഒരു കപ്പൽ മുങ്ങുന്നു, മറ്റൊരു കപ്പൽ കത്തുന്നു, അതും രണ്ടാഴ്ചത്തെ ഇടവേളയിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയണമെങ്കിൽ അതിനൊരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അതും നല്ല വിദഗ്ധന്മാരടങ്ങുന്ന സംഘം അതിനെപ്പറ്റി അന്വേഷിക്കണം. അതൊക്കെ അന്വേഷിക്കാൻ സാധിക്കും. അത് ആരാണ് അതിനുള്ള അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ നടന്ന പരിസ്ഥിതിക്ക് അനുസരിച്ചായിരിക്കും. ഒരുപക്ഷെ തുറന്ന കടലിലാണ്, പുറംകടലിലാണ് സംഭവിച്ചതെങ്കിൽ അതിനെ ആ കമ്പനിയുടെ ഏജന്റും കമ്പനിയുടെ ഉടമസ്ഥരും ഒക്കെ കൂടി ചേർന്നിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ, ഇൻഡെംനിറ്റി ഫണ്ട്, ഇൻഷുറൻസ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് സംഗതികളുണ്ട്. എല്ലാം വളരെ വൃത്തിയിൽ നടക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ശരിക്കും ഒരു അന്വേഷണ സംഘത്തിനെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് അത് എന്നുള്ള സംഗതി. പക്ഷെ ഞാൻ കാണുന്നത് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ പ്രൈമാ ഫെസിയെ നമ്മളുടെ തീരുമാനങ്ങളാണ്, നോക്കിക്കാണലുള്ള തീരുമാനങ്ങൾ. അതിൽ ഞാനിത് രണ്ടും സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്, രണ്ടാഴ്ചക്കിടയിൽ സംഭവിച്ചു എന്നുള്ളതും ശരിയാണ്, 2 ദിവസത്തിനുള്ളിലും സംഭവിക്കാം. അതും ഇതിൻ്റെ ഈ അപകടങ്ങളുമായിട്ട്, മറീൻ കാഷ്വാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രണ്ടും ഫീഡർ കപ്പലുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ചെറിയ തുറമുഖങ്ങളിൽ നിന്ന് ഒരു തുറമുഖത്തിൽ നിന്ന് മറ്റേ തുറമുഖത്തിലേക്ക് ഒരു ട്രാമ്പ് മാതിരി പോകുന്ന, വലിയ തുറമുഖങ്ങളിൽ നിന്ന് കണ്ടെയ്നർ എടുത്ത് ചെറിയ തുറമുഖങ്ങളിൽ എത്തിക്കുന്ന ഒരു ശാഖാ കപ്പലുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് സംഭവിച്ചു. അത് സാധാരണ ഈ തരം കപ്പലുകളൊക്കെ കുറച്ച് പഴക്കം കൂടിയതൊക്കെ ആയിരിക്കാം. പക്ഷെ അന്വേഷണ സംഘത്തിന് അത് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് അതിനെ മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് അവരുടെ ഓരോ സിറ്റുവേഷനെയും അനുസരിച്ചിട്ട് ആയിരിക്കും. അല്ലാതെ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കിയിട്ടായിരിക്കില്ല അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. അതായത് ഈ സിംഗപ്പൂർ ഷിപ്പും മറ്റേ ഇതിനു മുമ്പ് പറ്റിയിട്ടുള്ള ആ ഷിപ്പും തമ്മിലുള്ള ബന്ധം യാതൊരു തരത്തിലും അവർ നോക്കുകയില്ല അന്വേഷണം നടത്തുമ്പോൾ. പിന്നെ ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. കടൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് കടൽ. പക്ഷെ ഞാൻ കാണുന്നത് പണ്ടത്തെ കാലത്ത് നടന്ന മാതിരി അല്ല ഇപ്പോഴത്തെ അപകടങ്ങൾ നടക്കുന്നത്. ഇപ്പോഴത്തെ അപകടങ്ങൾ കുറച്ചും കൂടെ സൗകര്യത്തിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് TV-യിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ സാധിക്കും. 1979 ആണെന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു കപ്പൽ കാണാതായി പോയിരുന്നു. ആ കപ്പൽ 49 പേരാണ് ഉണ്ടായിരുന്നത്. MV കൈരളി എന്ന് പറയുന്ന കപ്പൽ. അത് ഗോവയിൽ നിന്ന് ഒരു യൂറോപ്യൻ തുറമുഖത്തേക്ക് പോകുന്ന വഴിക്ക് ആരോ റാഞ്ചി കൊണ്ടുപോയി, അല്ലെങ്കിൽ അത് മാത്രമല്ല, അതിനെ വേറെ ഏതോ ഗ്രഹങ്ങളിൽ നിന്ന് വന്ന ആളുകൾ റാഞ്ചി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ക്യാപ്റ്റന്റെ ഭാര്യ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അത്രയും തരത്തിലുള്ള ഒരു സംഗതികളല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട്, നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ക്രൂ, അതായത് അവരിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുവാനും സാധിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏത് മരണം നടന്നാലും അത് മരണമാണോ, കൊലപാതകമാണോ, ആക്സിഡന്റിലുള്ള മരണമാണോ എന്നൊക്കെ നോക്കുന്ന മാതിരി ഇതിന്റെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ അന്വേഷണത്തിൽ ഇതിൽ വല്ല കൃത്രിമമുണ്ടോ, ഫ്രോഡ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുവാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുക. പിന്നെ വേറൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കപ്പലുകളെ ഒരുപാട് പേര് താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഈ വിഴിഞ്ഞവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. വിഴിഞ്ഞം തുറമുഖവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ അപകടങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കേരള തീരം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ആക്സിഡന്റ് സംഭവിച്ചു, ഒന്ന് വെള്ളം കയറി മുങ്ങിപ്പോയി, വേറെ ഒന്ന് തീപിടിച്ചു. ഈ രണ്ട് തരത്തിലുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കുന്നതുമാണ്. അത് അന്വേഷണം നടത്തണം എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഡോക്ടർ പ്രഭാകരൻ പലേരി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സം നിന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മറ്റ് തുറമുഖങ്ങൾ, ഇപ്പോൾ ദുബായ് പോർട്ടാവട്ടെ, സിംഗപ്പൂർ പോർട്ടാവട്ടെ, അതുപോലെ കൊളംബോ പോർട്ടാവട്ടെ, ഇവരൊക്കെ പരമാവധി കിണഞ്ഞ് പരിശ്രമിച്ചതാണ് ഇങ്ങനെയൊരു തുറമുഖം വരാതിരിക്കാൻ. മാത്രമല്ല, നമ്മുടെ നാട്ടിലും ചില ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. നോക്കൂ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായിട്ട് അധികം നാളുകളൊന്നും ആയില്ല. അതിനുശേഷമാണ് ഈ 2 അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സംശയിക്കും, ഈ തുറമുഖത്തെ ദുർബലപ്പെടുത്താനുള്ള അല്ലെങ്കിൽ തകർക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെയുള്ള അപകടത്തിന് പിന്നിലുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കും. മാത്രമല്ല, ഈ കേരള തീരത്തൂടെയുള്ള ഈ കപ്പൽ ചാനൽ അത് ദുർഘടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിന് പിന്നിൽ ഏതെങ്കിലും രാജ്യാന്തര ശക്തികൾ ഉണ്ടോ എന്നൊക്കെ സ്വാഭാവികമായി സംശയങ്ങൾ ഉയരുന്നുണ്ട്. ജനങ്ങളുടെ സംശയങ്ങളാണ്. അതാണ് ഞാനിവിടെ താങ്കളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതിനത് അന്വേഷണം നടത്താതെയാണ് പറയുന്നത്. ചിലതൊക്കെ നമുക്ക് അന്വേഷണം നടത്താതെ തന്നെ പറയാൻ പറ്റും. ഇത് വിഴിഞ്ഞവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറയും. കാരണം പല സംഗതികളും വിഴിഞ്ഞത്തെ പറ്റിയും അതുപോലെ ബന്ധപ്പെട്ട ബാക്കിയുള്ള തുറമുഖങ്ങളെ പറ്റിയും എനിക്കറിയാം. അത് ഞാൻ ഒന്നും കാണുന്നില്ല. പക്ഷെ അങ്ങനെ അന്വേഷണം നടത്തുന്നവർ അതും കൂടെ അന്വേഷിക്കേണ്ടി വരും. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വന്തം തുറമുഖമാണ്. അത് വേറൊരു പാർട്ടിയെ കൊണ്ട് അവർ ഉണ്ടാക്കി വെച്ചു. അത് ഇനിയും ഒരുപാട് പണി തീരുവാനുണ്ട്. അവിടെ ഒന്നാന്തരം ഒരു തുറമുഖമായിട്ട് മാറിയിട്ടുണ്ട്. അത് ബാക്കിയുള്ള അതിന് ചുറ്റുമുള്ള കൊച്ചി, കൊളംബോ എന്ന് പറയുന്ന തുറമുഖങ്ങളെ അവിടെ ബിസിനസ്സിനെ വരെ ബാധിക്കത്തക്ക തരത്തിലുള്ളതാണ്. പക്ഷെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഈ തുറമുഖം ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ 1-2 സ്ഥലങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ പ്രത്യേകത എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനാണ് ആ സ്ഥലത്ത് ഒരു വലിയ ടൈഡൽ പവർ സ്റ്റേഷൻ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് അതിന് ശ്രമിച്ചത്. പക്ഷെ അവരെ കൊണ്ട് സാധിച്ചില്ല. ഒരു അപകടം സംഭവിച്ചു വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷമാണ് അവിടെ നമുക്ക് ഒരു തുറമുഖം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താം എന്നും തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ അവിടെയുള്ള ഒരു തുറമുഖം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കാശ് ചെലവാകും. ഒരു സംസ്ഥാന ഗവൺമെന്റ് തനിച്ച് അതിനു വേണ്ടി ചെലവാക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഇപ്പോൾ എത്രയോ വർഷങ്ങളായി ഇത് പണി തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി അതിനുശേഷമാണ് അവിടെ ഈ തുറമുഖം ഉണ്ടാക്കാനുള്ള തീരുമാനം കേരള ഗവൺമെന്റ് തന്നെ തീരുമാനം എടുത്തത്. അതിന് മാത്രമല്ല, ഞാൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി അവിടെയും ഒരു കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ്മെന്റിന്റെ ആവശ്യമാണ്, സെർച്ച് ആൻഡ് റെസ്ക്യൂയുടെ ആവശ്യമാണ്. അതും അവിടെ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖത്ത് ഒരുപാട് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല ജനസാന്ദ്രതയുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലമാണത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംശയങ്ങൾക്ക് സ്ഥാനങ്ങളുണ്ട്. അതിനെപ്പറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ ഒരു സമരം നടന്നിട്ടുണ്ട്, കൂടംകുളം നടന്നിട്ടുള്ള സമരം മാതിരിയുള്ള ഒരു സമരം അവിടെയും നടന്നിട്ടുണ്ട്. അതൊക്കെ സാധാരണയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഗവൺമെന്റിന് ഇതൊക്കെ കാണേണ്ടി വരും, അതൊക്കെ തടയേണ്ടി വരും. പക്ഷെ പണ്ടത്തെ
സമയത്ത് എങ്ങനെയാണോ ഇതുപോലുള്ള സമരങ്ങൾ നമ്മൾ വീക്ഷിച്ചത്, അതുപോലെയല്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെന്റിനെ കൊണ്ട് ഒരു സ്റ്റേറ്റിനെ കൊണ്ട് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ശക്തിയുണ്ട്. അപ്പൊ ഒരു സംസ്ഥാന ഗവൺമെന്റിനെയോ ഒരു സെൻട്രൽ ഗവൺമെന്റിനെയോ കവച്ചു വെച്ച് ഒരാൾക്കും ഇതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല, അവർ വിചാരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതും വിഴിഞ്ഞവുമായിട്ട് നമ്മൾ ബന്ധിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത് എന്റെ അഭിപ്രായം മാത്രമാണ്, ഒരുപക്ഷെ തെറ്റാകാൻ സാധ്യതയുണ്ട്. ഞാൻ സംശയിക്കുന്നില്ല, കാരണം വിഴിഞ്ഞത്തിനെ പറ്റി ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം മാത്രമല്ല, നമ്മുടെ എല്ലാത്തിനെയും പറ്റിയും, നമ്മളെ ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ തുറമുഖങ്ങളെ പറ്റിയും, ഹാർബർ എന്ന് പറയാൻ ചെറിയ ഹാർബറും വലുതും മേജർ ഹാർബറിനെ പറ്റിയൊക്കെ ഇത് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ JNPTയിലും വധാവലിലും ഒക്കെ പോയി നോക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ നല്ല നിലയിലാണ് നമ്മുടെ ചരക്ക് കപ്പലുകളുടെ യാത്രാ എല്ലാ സൗകര്യങ്ങളും നടന്നു വരുന്നത്. ഇന്ത്യയിൽ പലതും നടന്നു വരുന്നുണ്ട്. ഇനി ഒരു പുതിയ തുറമുഖം വന്നാൽ അത് ഇതിനേക്കാളും നല്ലൊരു തുറമുഖം വരാൻ പോകുന്നുണ്ട്, വധാവൻ എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത്. അപ്പോൾ എതിർപ്പുണ്ടാകാം. കൊങ്കൺ റെയിൽവേക്ക് എതിർപ്പുണ്ടായില്ല, അതുപോലെ എതിർപ്പുകൾ സാധാരണയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഏതാണ് നമുക്ക് രാജ്യത്തിന് നല്ലത് അതിന് നോക്കി നടത്തുകയാണ് വേണ്ടത്. വിഴിഞ്ഞം തുറമുഖം നമുക്ക് രാജ്യത്തിന് വളരെ നല്ല സേവനം ചെയ്യും. അത് മാത്രമല്ല, അതിനെ ആർക്കും തടയാനും സാധ്യമാവുകയില്ല എന്ന് എനിക്കറിയാം. ഇപ്പോഴത്തേക്ക് അത് വളരെ ലേറ്റായി, നേരം വൈകിപ്പോയി എന്ന് അവരോട് ഞാൻ പറയും. തടയാതിരിക്കാൻ ശ്രമിക്കേണ്ടത്, അതും ഈ ആക്സിഡന്റും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. ആ വിഴിഞ്ഞവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. വിഴിഞ്ഞം, അത് ഞാൻ തുറന്നു പറയാം, അത് ആരും സമ്മതിക്കാൻ പോകുന്നില്ല ഇതിനെപ്പറ്റി വിവരമുള്ളവർ. പക്ഷെ ഇവിടെ ഞാൻ സംശയിക്കുന്നത്, അങ്ങനെ സംശയിക്കുന്നു പറഞ്ഞുകൂടാ, ഞാൻ നോക്കുക എന്താണെന്ന് വെച്ചാൽ, ഇത് ആകസ്മികമായി സംഭവിച്ചതാണോ, ഇത് ആക്സിഡന്റായി സംഭവിച്ചതാണോ, അതോ ഇത് ശരിക്കും നമ്മളൊരു ഫ്രോഡായിട്ട് ഇൻഷുറൻസ് പണം കൈക്കലാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ. അതായത് മറൈൻ ഇൻഷുറൻസ് ഫ്രോഡ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഒരു വലിയ സംഭവം ലോകം മുഴുവനും ഉള്ളതാണ്. അതായത് ഒരു ഷിപ്പ് ഇൻഷുർ ചെയ്യുക, പഴയ കപ്പലുകൾ ഇൻഷുർ ചെയ്യുക, എന്നിട്ട് അതിനെ മുക്കുക, അതിനെ നശിപ്പിക്കുക, അതിനെ ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസ് ആയി പ്രഖ്യാപിക്കുക, എന്നിട്ട് ഇൻഷുറൻസ് പണം വാങ്ങുക എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ സാധാരണയാണ്. കപ്പൽ കടലിൽ മാത്രമല്ല, പല സ്ഥലത്തും ഇത് സംഭവിക്കുന്നുണ്ട്. എണ്ണ കമ്പനികളിൽ സംഭവിക്കുന്നുണ്ട്, പല സ്ഥലത്തുമുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷണം നടത്തുന്നവരുടെ അവരാണ് നോക്കേണ്ടത്. ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ വല്ല തൽപര കക്ഷികളുണ്ടോ? എനിക്ക് വിദേശ കക്ഷികളൊക്കെ നമ്മൾ ഒഴിവാക്കാം, അതാണ് ഞാൻ പറയുന്നത്. അതൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ പലതും ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. ഒരു കൊലപാതകം തെളിയിക്കണമെങ്കിൽ ആ കൊലപാതകം മാത്രം നോക്കിയാൽ പോരെ, ബാക്കിയുള്ളവരുടെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളെ വഴി മാറിപ്പോകും. ഇതൊന്ന് ചിന്തിച്ച് ഇപ്പൊ ഇതിന്റെ അന്വേഷണം നടത്തുകയാണെങ്കിൽ വഴി മാറാതെ അന്വേഷണം നടത്തണം. അപ്പോൾ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിന്റെ വഴി മാറിപ്പോകും, എവിടെയും നമ്മൾ എത്തിപ്പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിഴിഞ്ഞം ആ ഒരു സാധ്യത, പോസിബിലിറ്റി താങ്കൾ റൂൾ ഔട്ട് ചെയ്യുകയാണ്. യെസ്. ശ്രീ പാട്രിക് മൈക്ക്, മത്സ്യബന്ധന മേഖലയുടെ പ്രതിനിധി എന്ന നിലയിൽ, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ രണ്ട് അപകടങ്ങളെയും താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ അപകടങ്ങളിൽ എന്തെങ്കിലും ദുരൂഹത മണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ വളരെ ദുരൂഹതയോടുകൂടിയാണ് ഈ രണ്ട് കപ്പൽ അപകടങ്ങളെയും നമ്മൾ മുന്നിൽ കാണുന്നത്. കാരണം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഭാകരൻ സാർ പറഞ്ഞു വിഴിഞ്ഞവുമായി ബന്ധമില്ല. ഞങ്ങൾക്കതിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തണം എന്ന് ഒരിക്കലും ഒരു വാശിയുമില്ല, അത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല. പക്ഷേ വിഴിഞ്ഞം തുറമുഖം ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ സംശയങ്ങളൊക്കെ ഇവിടെ പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ സർക്കാരുമായും ഇന്ന് നിലവിലുള്ള സർക്കാരുമായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു തുറമുഖം ഇവിടെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കപ്പൽ ചാലുകൾ, അതിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താതെ വരുന്ന അവരുടെ പരമ്പരാഗതമായി അവർ ചെയ്യുന്ന അവരുടെ തൊഴിൽ നഷ്ടമാകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ടായ നേരത്തെ കാലങ്ങളിലും ഇന്ന് പോലും ഞങ്ങളൊരു ചെറിയൊരു പ്രക്ഷോഭവും കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. കാരണം അത്തരത്തിലുള്ള ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് 475 കോടി രൂപ തീരദേശവാസികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് പോയി. പക്ഷേ സർക്കാർ മാറിയതുകൊണ്ട് അതൊന്നും നടന്നില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ കപ്പൽ ദുരൂഹതകൾ, അല്ലെങ്കിൽ ഈ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോഴുള്ള ദുരൂഹതകൾ, ഒന്ന്, എവിടെ ഒരു അപകടം നടന്നിരുന്നാലും അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം. സർക്കാർ ഇതുവരെ ഒരു അന്വേഷണം പറഞ്ഞിട്ടില്ലല്ലോ. അന്വേഷിക്കണ്ടേ?
ഇത് എവിടെ നിന്ന് എന്തിന് വന്നതാണ്, ഇത് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുള്ള ഒരു അന്വേഷണം വേണ്ടേ? സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഷുറൻസിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ കേരള തീരങ്ങളിൽ കൊണ്ട് താഴ്ത്തുന്നതാണോ, അതല്ല ഇനി ഏതെങ്കിലും മറ്റ് അയൽ രാജ്യങ്ങൾ ഇവിടെ ഒരു സ്പൈ വർക്കിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കയറ്റി ഇവിടെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതാണോ എന്നൊക്കെ ഒരു അന്വേഷണം വേണ്ടേ? രാജ്യത്തിൻ്റെ ഒരു സംരക്ഷണവും ഒരു അതിർത്തിയും ഇടപെട്ട് സംസാരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഗാർഡും അതുപോലെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായമാണോ താങ്കളിപ്പോൾ ഉയർത്തിയിരിക്കുന്നത്? ഈ നോക്കൂ, 17 ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറയുന്നത് അതാ, കേന്ദ്രം അവരുടെ നിലപാടുകൾ പറയുന്നതിനോടൊപ്പം സംസ്ഥാനവും കൂടി അവരുടെ നിലപാടുകൾ പറയണ്ടേ? ആ നിലപാടുകളാണല്ലോ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകുന്ന, അല്ലെങ്കിൽ അവർ ആ സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റുന്ന, നാളുകളിൽ ഞങ്ങൾക്കിതുണ്ടാവില്ല എന്ന് അവർ ബോധ്യപ്പെടുത്താനായിട്ട് സർക്കാർ അതിന് ചെയ്യണ്ടേ? സർക്കാർ ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട ഷിപ്പിൻ്റെ കമ്പനിയുടെ ആളുകളുമായിരുന്നു ചർച്ച ചെയ്തു. അവർക്കെതിരെ കേസെടുക്കാത്തത് എന്താണ്? നമ്മുടെ പല ആക്റ്റുകളും ഇവിടെ വരുന്നുണ്ട്, മെറൈൻ ആക്ട് ഉൾപ്പെടെ പല ആക്റ്റുകളും ഇവിടെ നിലനിൽപ്പുണ്ട്. ആ ആക്റ്റുകളിലൊക്കെ ഇവിടെ ഒരു സംഭവം നടന്നാൽ അതിനെതിരെ കേസെടുക്കണം. ഇത് ഈ കപ്പൽ ഇവിടെ അപകടത്തിൽപ്പെടുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുന്നത്? ഒരു പാരിസ്ഥിതിക ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ട്. അവിടെ കടൽ മലിനമാകുന്നു, മത്സ്യസമ്പത്ത് ഭീഷണിയിലാകുന്നു. അത് ഉപജീവനമായി കാണുന്ന ആളുകൾക്ക് മത്സ്യം പിടിക്കാൻ പറ്റാത്ത സാഹചര്യം, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് ഒരു നിലപാടെടുക്കുന്നില്ല, ഒരു കേസ് അന്വേഷണമായി പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പ്രത്യേകിച്ചും സംസ്ഥാന അതിർത്തിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംസ്ഥാന അതിർത്തിയിൽ നടക്കുമ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുത്ത്, ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ 17 ദിവസങ്ങൾക്കപ്പുറമാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അത്തരത്തിലല്ല പോകേണ്ടത്, മറിച്ച് തീരദേശത്തുള്ള ജനങ്ങളെയും പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ജീവനെയും സ്വത്തിനെയും സംരക്ഷിക്കുകയും അതിനോടൊപ്പം ഇതെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള എന്തെങ്കിലും നടപടി ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്, പല അസോസിയേഷനുകളുണ്ട്. അവരുടെ പ്രതിനിധികളെ വിളിച്ചൊരു ചർച്ചയെങ്കിലും ഫിഷറീസ് മന്ത്രി നടത്തിയിട്ടുണ്ടോ? അല്ല, അത് അത്തരത്തിലുള്ളൊരു ചർച്ചകളൊന്നും നടന്നിട്ടുമില്ല, നടത്തുമെന്ന ഒരു പ്രതീക്ഷയുമില്ല. വേണ്ട, ചർച്ചകൾ നടത്തണ്ട. പക്ഷേ ഈ നമ്മുടെ ഇതിൽ നിന്ന് നഷ്ടപരിഹാരം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് കമ്പനിയിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. ഈ കമ്പനിയെ കൊണ്ട് തന്നെ ഇപ്പം എവിടെയാണോ മലിനമായത് അത് വൃത്തിയാക്കുവാനും പഴയതുപോലെ ആക്കുവാനും ഒക്കെ കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണം. കമ്പനിക്ക് അത് ആരെ ഏൽപ്പിക്കണമെന്നുള്ളത് കമ്പനിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അതൊന്നും ചെയ്യിപ്പിച്ചില്ല. പകരം കമ്പനിയെ പെട്ടെന്നെടുത്ത് അങ്ങ് തോളിൽ വെക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണവും അത്തരത്തിലുള്ള ഒരു നടപടികളുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് മാത്രമല്ല, ഞങ്ങളെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം, 1000 രൂപയും 6 കിലോ അരിയും. ഒരു 1000 രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് ഒരു മാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്? 6 കിലോ അരി കൊണ്ട് ആ കുടുംബത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പോകും? ബാക്കിയുള്ള സാധനങ്ങൾ മറ്റു കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇത് മത്സ്യമേഖലയിലുള്ള പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് സർക്കാർ ഇത് ചെയ്തത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സർക്കാർ അവരെ വിശ്വാസത്തിലെടുക്കുക, തീരദേശ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക. തീരദേശ ജനങ്ങൾ എന്താണ്, കേരളത്തിലുള്ളവരല്ലേ? അവരെവിടെന്നെങ്കിലും അടിച്ചേറി വന്നവരാണോ? അത്തരത്തിലുള്ള സമീപനങ്ങൾ സർക്കാർ മാറ്റിവെക്കുക. ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമോ വൈരാഗ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഞങ്ങളോട് സ്ഥിരമായി കാണിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ളൊരു സമീപനമല്ല വേണ്ടത്. ഈ കപ്പലുകൾ എവിടെ നിന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, ഏത് രീതിയിലാണ് ഇത് അപകടമുണ്ടായത്, തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തണം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഇത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണോ? ഇനിയും കപ്പലുകൾ ചിലപ്പോൾ മുങ്ങാം. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കപ്പലുകൾ മുങ്ങുന്നതനുസരിച്ച് ഞങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുക, ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ വളരെ പട്ടിണിയിലാകും, ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമീപനം വരുമ്പോൾ 1000 രൂപ 6 കിലോ അരിയും കൊണ്ട് ഞങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും? ഞങ്ങളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? ഞങ്ങളെന്താ പിച്ചക്കാരാണോ? അതെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ ഒരു പഠനം നടത്തണം, കൃത്യമായ ഒരു അന്വേഷണം നടത്തണം, കൃത്യമായ നിലപാടുകൾ കൈക്കൊള്ളണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, ഡോക്ടർ ജി മധു, ഇതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഏറ്റവും വിശദമായിട്ട്
സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് താങ്കൾ. നോക്കൂ, ഞാൻ മനസ്സിലാക്കിയത് കണ്ണ്, ത്വക്ക്, ശ്വാസകോശം, വൃക്ക, കരൾ എന്നിവയെ ബാധിക്കുന്ന ഹൈഡ്രോബ്രോമിക് ആസിഡ്, അതുപോലെ ത്വക്കിൽ അലർജി ഉണ്ടാക്കുന്ന പാരാഫോർമാൽഡിഹൈഡ്, പിന്നെ ആൽക്കഹോളുണ്ട്, സൾഫറുണ്ട്, പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ട്, ചാർക്കോൾ മിശ്രിതമുണ്ട്, മീഥൈൽ മെത്താക്രിലേറ്റ്, ഡൈഎത്തിലിൻ ട്രയാമിനുണ്ട്, ട്രൈക്ലോറോ ബെൻസീനുണ്ട്, ക്ലോറോ അനിലിനുണ്ട്, മെട്രാനെട്രോ ടൊളുവിൻ എന്നിവയൊക്കെ മനുഷ്യർക്കും കടൽ ജീവികൾക്കും സമുദ്ര സമ്പത്തിനും വിനാശകരമല്ലേ? ഇതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതം അതൊന്ന് വിശദീകരിക്കാമോ? ഈ ഒരു കപ്പൽ ഇപ്പോ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്, ഈ കപ്പൽ നിന്ന് കത്തുകയാണ്. അപ്പൊ അതിലുള്ള കണ്ടെയ്നറുകളില് 157 കണ്ടെയ്നറുകളിലാണ് ഇത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ മാരിടൈം മാനിഫെസ്റ്റോ എല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മെർക്കൻഡൈൽ മാനിഫെസ്റ്റോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപകടം പതിയിരിക്കുന്നത് ഈ കണ്ടെയ്നറുകള് വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ വന്ന് കണ്ടെയ്നറുകൾ തുറന്ന് ഇതിലുള്ള രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരുമ്പോഴാണ് പരിസ്ഥിതിയിലെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ആ തീപിടുത്തം മൂലം, കാരണം അത് ആളി കത്തുകയാണ്. ഇത് എന്താണ് കത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോ അതുകൊണ്ടുണ്ടാവുന്ന ആ പുകപടലം അവിടെ കാണുമ്പോൾ തന്നെ അറിയാം. വളരെ തിക്കായിട്ടുള്ള ഒരു, നമ്മള് അതിനെ സ്മോഗ് എന്നൊക്കെയാണ് പറയുന്നത്. ആ തിക്കായിട്ടുള്ള ഒരു പുകപടലം അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാവുന്ന അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അത് മഴ പെയ്യുമ്പോൾ അത് നമ്മൾ ആസിഡ് റെയിൻ എന്നൊക്കെ പറയുന്ന പ്രതിഭാസം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിലടങ്ങിയിട്ടുള്ള ഈ വാതകങ്ങൾ, സൾഫർ ഡൈ ഓക്സൈഡ് പോലെയോ നൈട്രജൻ ഓക്സൈഡുകൾ പോലെയോ, അതുപോലെ അതില് മറ്റെന്തെല്ലാം ഈ ജ്വലനം നടന്ന് എന്തെല്ലാം പദാർത്ഥങ്ങളാണ് ഉണ്ടായതെന്നുള്ളത് നമുക്കറിയില്ല ഇന്ന്. അപ്പൊ ഇതൊക്കെ കടലിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കപ്പല് മുങ്ങാതിരുന്നാൽ അത് ഏറ്റവും നല്ലതാണ്. പക്ഷെ കപ്പൽ മുങ്ങുന്ന അവസ്ഥ, കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരവസ്ഥ വന്ന് ഈ രാസവസ്തുക്കളെല്ലാം വെള്ളത്തിൽ കലരാൻ ഇടയായാൽ അത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കിടയാവും. അപ്പൊ ആ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഇതില് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതില് ഏതാണ്ട് ഒരു 6 തരം രാസവസ്തുക്കൾ, 6 തരം പദാർത്ഥങ്ങളാണ് ഉള്ളത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഒരു വർഗീകരണ പ്രകാരമുള്ള 9 തരമായിട്ടാണ് ഈ അപകടകരമായിട്ടുള്ള പദാർത്ഥങ്ങളെ വർഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഏതാണ്ട് 6 തരം പദാർത്ഥങ്ങൾ ഈ കപ്പലില് സംഭരിച്ചിട്ടുണ്ട് എന്നാണ് ഈ മാനിഫെസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഉള്ളത്, ഈ നമുക്ക് പറയുകയാണെങ്കിൽ അതില് എക്സ്പ്ലോസീവ്സ് ഉണ്ട്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കാവുന്ന പല പദാർത്ഥങ്ങളും ഒരേ സമയം തന്നെ തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കാവുന്നതും അതുപോലെ തന്നെ ടോക്സിക്കുമായിട്ടുള്ള വിഷ സ്വഭാവമുള്ള വസ്തുക്കളാണ്. അതുപോലെ തന്നെ ഇതില് പലതരത്തിലുള്ള തീ പിടിക്കാവുന്ന ദ്രാവകങ്ങളുണ്ട്. ദ്രാവകങ്ങള് അതില് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പലതും ദ്രവരൂപത്തിൽ സംഭരിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് തീ പിടിക്കാം. പിന്നീടുള്ളത് തീ പിടിക്കാവുന്ന ഖരപദാർത്ഥങ്ങളുണ്ട്. ചില വസ്തുക്കളെല്ലാം ഖരപദാർത്ഥങ്ങളായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തീ പിടിക്കുക. അത് തന്നെ ചിലതെല്ലാം ഇത് അന്തരീക്ഷത്തിൽ പുറത്തു വന്നാൽ തന്നെ ഉടനെ തന്നെ തീ പിടിക്കാൻ സാധ്യതയുള്ള, നമ്മൾ പുറത്തു വന്നാൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുണ്ട്. അതുപോലെ ആണ് ടോക്സിക് ആയിട്ടുള്ള, വളരെ അപകടകാരികളായിട്ടുള്ള വസ്തുക്കൾ, ടോക്സിക് ഗുഡ്സ് ഉണ്ട്. അതിൽ തന്നെ സബ് ക്ലാസ് 6.1 അതിൽ പെട്ട പദാർത്ഥങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ആ മാനിഫെസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം പദാർത്ഥങ്ങൾ നമ്മുടെ വെള്ളത്തിൽ കലരുകയാണെങ്കിലാണ് കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാവാൻ പോകുന്നത്. അത് എത്രത്തോളം ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കറിയാം. കലരാനുള്ള സാധ്യത എത്രത്തോളം ആണ്? കലരാനുള്ള സാധ്യത അത്
ഈ കപ്പൽ മുങ്ങുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. അതുപോലെ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീഴുമോ, അപ്പൊ അത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഒടുവിൽ വരുന്ന വാർത്ത, അതായത് ഈ കപ്പലിനെ ആഴക്കടലിലേക്ക് കൊണ്ടുപോവുകയാണ്, അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ആഴക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള. അല്ല, അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ തീരപ്രദേശത്ത് ഉണ്ടാകുന്ന ഇതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, അത് കുറയുമോ, അത് ലഘൂകരിക്കാൻ പറ്റുമോ? അതെ, ആഴക്കടലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ തീരപ്രദേശങ്ങളിലേക്ക് ഇത് വരാനുള്ള സാധ്യത കുറയും, തീർച്ചയായിട്ടും അത് കുറയും. കാരണം ഈ പുറത്തു വരുന്ന രാസവസ്തുക്കള് ഒരു നിശ്ചിത അളവിലാണ് വരുന്നത്. അതും കടലിലുള്ള വെള്ളത്തിന്റെ ആ ഒരു വലിയ വ്യാപ്തം കൊണ്ട് അത് കുറെയൊക്കെ അത് ഡൈല്യൂട്ടായിട്ട് അതിന്റെ ഗാഢത കുറഞ്ഞ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇങ്ങനെ ഇത് കലരുകയാണെങ്കിൽ തന്നെ. കാരണം കടലിലെ അടിയൊഴുക്കുകളും അതുപോലെ വേലിയേറ്റം, വേലിയിറക്കം, ജലപ്രവാഹങ്ങൾ, അപ്പൊ അതുകൊണ്ടൊക്കെയുള്ള. പക്ഷേ എങ്കിലും ഈ ജലജീവികള്, മത്സ്യങ്ങളും മറ്റുമൊക്കെ ഇതുമായിട്ട് സമ്പർക്കത്തിൽ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ആ കപ്പലിന്റെ ചുറ്റുമുള്ള ഒരു പ്രദേശത്തെങ്കിലും അവിടെയുള്ള ജീവജാലങ്ങളെ ഇത് പെട്ടെന്ന് തന്നെ അത് ഈ സ്പില്ലേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് അവയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള മത്സ്യങ്ങൾ വഴി, ആ മത്സ്യബന്ധനം, മത്സ്യങ്ങൾ വഴി മനുഷ്യനിലെത്തുക, ആ ആഹാര ശൃംഖലയിലൂടെ അത് എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക്, എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷിപ്പിനെ ഇത് എത്രത്തോളം ഇതിപ്പോ പുറംകടലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പുറംകടലിൽ കൊണ്ടുപോയിട്ട് അത് ഇതിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ സാൽവേജ് ചെയ്ത് എടുക്കാനുള്ള ഒരു ശ്രമം നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇത് നടന്നില്ല. ഈ സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ രാസപദാർത്ഥങ്ങൾ, ഈ അപകടകാരിയായിട്ടുള്ള വസ്തുക്കൾ വെള്ളത്തിൽ കലർന്നാൽ തീർച്ചയായിട്ടും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഓക്കെ, പ്രഭാകരൻ സാർ, എന്തുകൊണ്ട് ഈ തീ പെട്ടെന്ന് അണയ്ക്കാൻ പറ്റുന്നില്ല? മാത്രമല്ല, ഇപ്പോൾ ആഴക്കടലിലേക്ക് കൊണ്ടുപോകുന്നു ഈ കപ്പൽ, ടഗ് ഉപയോഗിച്ച് ആഴക്കടലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെയാണോ സാധാരണ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നടക്കുന്ന പ്രക്രിയകൾ? ഇതൊക്കെയാണോ പ്രക്രിയകൾ? എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, പലതും ഉണ്ട്. അതിപ്പം ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ കപ്പൽ മുങ്ങിയിട്ടില്ല, ഇതിപ്പോഴും പകുതി ബാലൻസിൽ നിൽക്കുകയാണ്. അതിനെ സാധാരണയായി അതിനെ ആഴക്കടലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. കാരണം ആഴക്കടൽ എന്ന് നമ്മൾ പറയുന്നത് ആഴം കൂടിയ കടൽ എന്നല്ല, ഇതിന്റെ കോണ്ടിനെന്റൽ ഷെൽഫ് ഉണ്ട്. ഇതിന് കടലിനടിയിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫ് മാറ്റി അത്രയും ആഴക്കടലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ അപകടങ്ങൾ വളരെ കുറയും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആഴക്കടലിലേക്ക് കൊണ്ടുപോകുക, അത് കെട്ടിവലിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സംഗതിയായിട്ട് ഇവിടെ സാധാരണ ചെയ്യാറുള്ളത്. ഇൻഷുറൻസ് പാർട്ടിയും സാൽവേജ് പാർട്ടിയും ആ കമ്പനി ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്, അവരുടെ വിദഗ്ധന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അവർ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ടെക്നിക്കലായിട്ട് പോസിബിൾ ആണ്. അത് ഗവൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം DG ഷിപ്പിങ്ങിന്റെ അവരായിരിക്കും ഇതിനെപ്പറ്റി എല്ലാം ഇവരൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ അങ്ങനെ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് ജനങ്ങൾ, അവിടുത്തെ തീരദേശ ജനങ്ങളുടെ അവർക്കുള്ള ഈ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കണം. അത് ഒരു സോഷ്യൽ വർക്ക് മാത്രമാണ്. ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കപ്പലിനെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ആഴക്കടലിലേക്ക് പോയിട്ട് മുങ്ങുന്നത് ആഴക്കടലിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അതാണ് സാധാരണ ചെയ്യുക. ആഴക്കടലിൽ മുങ്ങിയാൽ വളരെ താഴത്തേക്ക് പോകും. എത്രയോ ആഴമുള്ള സ്ഥലങ്ങൾ, ഇവിടെ നമ്മുടെ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത് 24, ഇപ്പോൾ തന്നെ അവിടെ ആഴക്കടലിന്റെ ഭാഗത്തായിരിക്കാൻ സാധ്യത ഉണ്ട്. അതാണ് സാധാരണ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇത് പൂർണ്ണമായും കത്തിത്തീരാൻ എത്ര ദിവസങ്ങൾ എടുക്കും? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിലെ കണ്ടെയ്നറുകളിലുള്ള അല്ല, അതിന്റെ ഉള്ളടക്കം ഇപ്പൊ ഇത്രയും പലതരത്തിലുള്ള ആസിഡുകളൊക്കെ ആണല്ലോ. അപ്പോൾ അതിന്റെ ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ടായിരിക്കും അല്ലെ വിലയിരുത്താൻ പറ്റുള്ളൂ? ക്വാണ്ടിറ്റി മാത്രമല്ല, അത് എങ്ങനെയാണ് അതിന് കത്തുക, അവരിലേക്ക് എങ്ങനെയാണ് ഇവർ കത്തുന്നത് തന്നെ ശമിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് പോയിട്ടുണ്ട്, അവർക്കൊന്നും കംപ്ലീറ്റ് അഗ്നിശമനം നടത്താൻ പറ്റുകയില്ല. കാരണം അതിനുള്ള അങ്ങനെയല്ല അത് ചെയ്യുക. സാധാരണ കത്തി തീരുകയാണ് ചെയ്യുക. ഫ്യൂവൽ മാറ്റുക. ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് അത് കത്തുന്ന സ്ഥലത്ത് നിന്ന്
അധികം കത്താത്ത സ്ഥലത്തേക്ക് മാറ്റുക. അതൊക്കെ എന്താ അവർ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അത് അവസരത്തെ നോക്കി അവരെല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ അത് എത്ര ദൂരം എടുക്കുന്നു കരയിലേതിനേക്കാൾ പിന്നെ എളുപ്പമാകും കടലിൽ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇല്ല. ഒരു സ്ഥലത്തും ഒരു തീപിടുത്തം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും എളുപ്പമുള്ള സംഗതിയല്ല. അത് നമ്മൾ ഫയർ സർവീസുകാർ ചോദിച്ചാലേ അവരുടെ കഷ്ടപ്പാടുകൾ. ഒരു സ്ഥലത്തും മര്യാദക്ക് നമുക്ക് അഗ്നിശമനം നടത്താൻ സാധ്യമല്ല. അഗ്നിശമനം അതിന് ഒരു ഭാഗത്തെ കത്തി തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ അമേരിക്കയിലൊക്കെ കാണാറുള്ള കാലിഫോർണിയ ഫയറൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. സാധാരണയുള്ള സംഗതി തീർക്കുക, അത് കത്തി തീർക്കുക, ആ ഭാഗത്ത് നിന്ന് ഫ്യൂവൽ മാറ്റുക, വെള്ളം അധികം ഉപയോഗിക്കുക, പുല്ല് പറിച്ചു കളഞ്ഞാൽ അങ്ങനെ പലതും ചെയ്യാം. പക്ഷെ ഇവിടെ വെള്ളത്തിൽ അത്രയും കുറച്ചും കൂടെ എളുപ്പമാണെന്നാണ് ഞാൻ പറയുക ഈ അഗ്നി ശമിക്കുന്നത്. പക്ഷെ ഒരു വലിയ ഷിപ്പാണിത്, 600-ലധികം കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകളൊക്കെ ലോഡഡ് ആയിരിക്കാം, പക്ഷെ അതിനകത്തേക്ക് തീ പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയപ്പോൾ, കാരണം അത് കണ്ടെയ്നറാണ്, അതിനുള്ളിലേക്ക് പെട്ടെന്ന് കയറിയൊക്കെ സാധ്യമല്ല. പിന്നെ അതിലുള്ള എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതൊക്കെ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് പിന്നെ കണ്ടെയ്നറിൽ വെക്കുന്നതാണ്. അല്ലാതെ ലൂസ് ആയിട്ട് ഒരു ബൾക്ക് കാർഗോ ആയിട്ടല്ല അവിടെ വെക്കുന്നത്. ഉദാഹരണമായി ഞാൻ പറയാം, നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന കപ്പലിൽ ഒരുപാട് കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന സാധനം വെള്ളത്തിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ അസിറ്റലിൻ വരും, തീ പിടിക്കും. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതിന്. അപ്പൊ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് കസ്റ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് ഈ കണ്ടെയ്നറിൽ വെക്കുന്നത്. കണ്ടെയ്നറിനകത്തേക്ക് പോകാനും കുറച്ച് സമയം എടുക്കും, അത്ര എളുപ്പമല്ല കണ്ടെയ്നറിനകത്തേക്ക് പോകാൻ. പിന്നെ ഈ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെയാണുള്ളത് ഇവിടെ മാനിഫെസ്റ്റിലുള്ളത്, അതായത് ഇവിടെ ബിൽ ഓഫ് ലാൻഡിങ്ങിലൊക്കെ ഉള്ള ആ സാധനം തന്നെയാണോ എന്ന് നോക്കണം. ചിലപ്പോൾ മനുഷ്യന്മാരുണ്ടാവും അതിനകത്ത്, ഹ്യൂമൻ ട്രാഫിക്കിങ്, അതൊക്കെ ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയുള്ള ആംസ് ആണോ വേറെ അതും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സിംഗപ്പൂരിൽ നിന്ന് വന്നൊരു ഷിപ്പാണിത്. സിംഗപ്പൂർ എന്ന് പറയുന്നത് വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. വളരെയധികം സിംഗപ്പൂര് നമുക്ക് വിശ്വസിക്കാം, പക്ഷെ ചൈനയെ നമുക്ക് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ സാർ? ചൈനക്കാരുടെ സാന്നിധ്യമുണ്ട്. നേരത്തെ ശ്രീ പാട്രിക് മൈക്കിൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ തീരത്തെ അലങ്കോലപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സംഗതി വേണമെങ്കിൽ അതിൽ കടലിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അവരിറങ്ങിത്തിരിച്ചാൽ നമുക്കറിയാലോ, ഏത് രീതിയിലും ഭാരതത്തെ തകർക്കുക എന്നുള്ള അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അതാണല്ലോ ആത്യന്തികമായി അവരുടെ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായി അതുപോലുള്ളൊരു ഉദ്യമം, ഒരു എളിയ ശ്രമം നടത്തിയതായിരിക്കാമോ? അതും നമുക്ക് സംശയിക്കാലോ. ഇല്ല, ഇതുപോലെയുള്ള സംഗതി ഞാൻ നടത്താൻ പോവുകയാണ് വേറൊരു രാജ്യത്ത് എന്ന് വിചാരിച്ചാൽ താങ്കളെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇത് ഏകദേശം ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും ഞാൻ നടത്തുക. അതായത് ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ അവർ അതിന് തുറന്ന് പുറപ്പെട്ടിട്ടില്ല എന്നാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ നടന്ന പല സംഗതികൾക്കും അതിന്റെ യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാവാതെ ഉണ്ട്. ഇപ്പൊ ഞാൻ കേരളത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ അത് ആർക്കും ഉദ്ദേശിക്കാൻ അതായത് ഏകദേശം മനസ്സിലാക്കാൻ സാധ്യമല്ല അത്ര എളുപ്പത്തിൽ. നമുക്ക് സംശയം പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സംശയം വേണ്ട എന്നാണ് ഞാൻ പറയുക. ഇതൊന്നും നമ്മളിവിടെ താൽക്കാലികമായി ഞാൻ പറയുകയാണ്. ഇതൊന്നും ഞാനൊരു അന്വേഷണം നടത്താൻ പോവുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല അന്വേഷണം നടത്തുക. ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു രാജ്യത്തിന് കേരള തീരത്തിന് നശിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം വേറെ വഴികളുണ്ട് എന്ന് നോക്കിയാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വഴി കൂടെ അവർ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ല സാറേ, ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ? ഞാൻ സാറിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. താങ്കളാണ് കോസ്റ്റ് ഗാർഡ് തന്നെ സ്ഥാപിച്ചത്. അപ്പോൾ താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ എത്രത്തോളം സെൻസിറ്റീവാണ് നമ്മുടെ ഈ കേരള തീരം എന്നുള്ളത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായി ഇത്രയും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുള്ള അതിന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല കൂടിയ തന്നെയല്ലേ, ഒരു ഭൂപ്രദേശമായിട്ട് തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? അത് ശരിയാണ്, അത് വളരെ ശരിയാണ്. നമ്മുടെ സംസ്ഥാനവും അതിന് നമുക്ക് തൊട്ട സംസ്ഥാനങ്ങൾക്കും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതിനു വേണ്ടി തകരാറുണ്ടാക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ ഈ ഒരു സംഗതി, അത് കണ്ടെയ്നർ ഷിപ്പിൽ കൂടെ അതിലേക്ക് വരിക എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എനിക്ക് അറിയില്ല. കാരണം ഇതിനേക്കാളും എളുപ്പ വഴികളുണ്ട് നമ്മുടെ നാട്ടിന് നാശം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ശ്രമിക്കണമെങ്കിൽ. ഇതിനേക്കാളും എളുപ്പ വഴികൾ എത്രയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും മത്സ്യം കഴിക്കുന്നവരാണല്ലേ. സ്വാഭാവികമായിട്ട് പലരുടെ മനസ്സിലും ആശങ്കയുണ്ട്. അത് മത്സ്യം
വാങ്ങാൻ പറ്റുമോ, കഴിക്കാൻ പറ്റുമോ? കാരണം 2 കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ട്, അത് മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ നിരവധി ആശങ്കകൾ. ആ ആശങ്കകൾ എത്രത്തോളം മത്സ്യവിപണിയെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പാട്രിക് മൈക്കിളിനോട് ചോദിക്കാം. ശ്രീ പാട്രിക്, പലരും ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മത്സ്യം കഴിക്കാമോ? അങ്ങനെ ഒരു ആശങ്ക മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും ഉണ്ട്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു മത്സ്യവിപണിയെ ഈ 2 അപകടങ്ങളും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു ഭാഗത്ത് ഈ മാംസത്തിൻ്റെ വില കൂടിയിരിക്കുകയാണ് അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോഴിയിറച്ചിയുടെ വില കൂടിയിരിക്കുന്നു, മറ്റ് മാംസങ്ങളുടെ വിലയൊക്കെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോഴിയിറച്ചി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കത്തിക്കുത്ത് ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വാർത്താ ചാനലുകൾ. അതൊക്കെ നിലനിൽക്കെ തന്നെ ഈ മത്സ്യം ഇപ്പം ആരും വാങ്ങുന്നില്ല. അപ്പോൾ ഈ വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മത്സ്യം പിടിച്ചു വന്നാൽ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടി മത്സ്യം പിടിച്ചു കൊണ്ടുവന്നാൽ അതിന് വില കിട്ടുന്നില്ല. കാരണം വാങ്ങാൻ ആളില്ലാത്ത കാരണം അതാരും മേടിക്കുന്നില്ല, വില കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അല്ല, അത് മാത്രമല്ല, ട്രോളിംഗ് ബാൻ വരുന്നു അല്ലേ? ട്രോളിംഗ് ബാൻ വന്നു. അതൊരു ഭാഗ്യമായിട്ട്, സർക്കാരിൻ്റെ ഒരു ഭാഗ്യമായിട്ട് വേണം കരുതാൻ. കാരണം അത്തരത്തിലൊരു ട്രോളിംഗ് വരുമ്പോഴത്തേക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അത്രയും മീനുകൾ കരയ്ക്ക് വരുമ്പോൾ ഇതാരാ വാങ്ങുന്നത്? ഇതാരും വാങ്ങാൻ ആളില്ല. അല്ല, പക്ഷേ പ്രജനനം നടക്കുന്ന സമയമല്ലേ ഇത്? അല്ല, ഞാൻ പറയുന്നത് പ്രജനനം നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ട്രോളിംഗ് നിരോധനം വന്ന് അതും ഒക്കെ ഇതൊരു ടൈം ആയതുകൊണ്ട് ഒരു ഭാഗ്യമായി നമുക്ക് കരുതാം. അതല്ല, പ്രജനനം നടക്കുന്ന സമയമല്ല, ട്രോളിംഗ് നിരോധനം ഇല്ലാത്തൊരു സമയത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഈ ആളുകളൊക്കെ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ എല്ലാവരും ഉപജീവനം എന്നുള്ള രീതിയിൽ പിന്നെ ബോട്ടിലും വള്ളങ്ങളിലും പിന്നെ മരങ്ങളിലൊക്കെ പോയി പിന്നെ മത്സ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ആരാ മേടിക്കുന്നത്? ആരും മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇന്ന് അവർക്ക് കടലിൽ ഒരു പിന്നെ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന പിന്നെ തുക എന്ന് പറയുന്നത്, ചിലവെന്ന് പറയുന്നത് വളരെ അധികമാണ്. ഇന്നലകളിലേക്കാളും വളരെ വില കൂടുതലാണ്. മണ്ണെണ്ണയുടെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ അതിന് പിന്നെ വില കൂടിയ ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കൂടി വരുമ്പോൾ അവർക്ക് മീനുകൾ മേടിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം, ഈ ആലപ്പുഴയിൽ നിന്നും നമുക്ക് അപകടത്തിലുണ്ടായ കപ്പലിൽ നിന്ന് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക് ഈ സാധനങ്ങളൊക്കെ മത്സ്യം കഴിക്കുകയോ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ കൂടെ വരികയോ എങ്ങനെയെങ്കിലും അബദ്ധത്തിൽ ഇതൊക്കെ ആരെങ്കിലും കാണുകയോ ചെയ്താൽ ഇതൊക്കെ ആരാ മേടിക്കുന്നത്? ആരും മേടിക്കത്തില്ല. ഞാൻ ഈ അതിനകത്ത് പറയുന്ന വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു നിയമമുണ്ട്. ആരെങ്കിലും പിന്നെ മാലിന്യം വലിച്ചെറിയുകയോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവിടെ മാലിന്യം പിന്നെ കുന്നുകൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ പിടിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവർക്കല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പെറ്റി അടപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കടലെന്ന് പറയുന്നത് ഇത്രയും ഒരു വലിയൊരു മത്സ്യസമ്പത്തുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ഇന്ത്യയിൽ നിന്നും ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ഈ 2 ഷിപ്പുകൾ കാരണം ഇത്രയും മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ഒരു കേസ് എടുത്തില്ല? നമ്മൾ നേരത്തെ ആ കേസിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ടൊരു കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല? ഇനി അദാനിയുടെ മറ്റ് തുറമുഖങ്ങളിൽ കൂടുതലായിട്ട് കണ്ടെയ്നർ ഷിപ്പുകൾ ഉള്ള ആളായതുകൊണ്ടാണോ അവരുമായി ഒരു രമ്യതയിൽ പോകാൻ സർക്കാർ തയ്യാറാകുന്നത്? അത്തരത്തിലുള്ളൊരു സമീപനം ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ഇവരല്ലല്ലോ ചെയ്യുന്നത്, ഇൻഷുറൻസ് തുകയിൽ നിന്നുമാണ് ഇതൊക്കെ മാലിന്യം ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരേണ്ടത്. എന്തുകൊണ്ട് ആ ഇൻഷുറൻസ് തുകയെ അതും കൂടി കണക്കൂട്ടിക്കൊണ്ട് പാവപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൂടാ? ഇനി കടൽ മലിനപ്പെട്ട് കഴിഞ്ഞാൽ ആ കടൽ ഉപജീവന മാർഗമായി എടുക്കുന്നവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്നുള്ള നിയമം ഇതിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രഭാകരൻ സാറിന് കൃത്യമായിട്ട് മനസ്സിലാകും, സാറിന് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് മലിനമാകുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തിന് ഇതാകുന്ന, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന, തൊഴിലിനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണം. ആ നഷ്ടപരിഹാരം നൽകാനായി കമ്പനിയെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, സർക്കാരല്ല തരേണ്ടത്. ഇത് സർക്കാർ സർക്കാർ ഖജനാവിൽ നിന്നും എടുത്തു തരുന്നു എന്നുള്ള ഒരു രീതിയിൽ കാണുന്നത് കൊണ്ട്, അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല, കാണുന്നത് കൊണ്ടാണ് കമ്പനി നൽകേണ്ട നഷ്ടപരിഹാരത്തിന് വേണ്ടി അവരെ ഒന്ന് പൊതിഞ്ഞു നിർത്തുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നത്. മീൻ വെക്കാൻ സാധിക്കുന്നില്ല, മീൻ പിടിക്കാൻ പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ തീരദേശം മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പട്ടിണിയുടെ, അല്ലെങ്കിൽ അവർ ഒന്നുമില്ല. സ്കൂളുകൾ തുറക്കുന്ന സമയമാണ്, കോളേജുകൾ തുറക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ കോളേജിലും സ്കൂളിലും പിള്ളേരെ അഡ്മിഷൻ എടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസങ്ങൾ നോക്കുകയും ചെയ്യേണ്ട ഒരു സമയത്ത് മത്സ്യബന്ധനത്തിന് പോകാനോ മത്സ്യവിപണനം നടത്താനോ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ
1000 രൂപയും 6 കിലോ അരിയും കൊടുത്താൽ ഈ ആളുകളെയൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരിക എന്ന് എനിക്കറിയില്ല. നാളെയുടെ ഈ പാവപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ നാളെയുടെ ഈ തലമുറയെ ഇവരെങ്ങനെയാണ് വിദ്യാഭ്യാസം നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനമല്ല വേണ്ടത്. പകരം അവരെ കൂടെ നിർത്തുന്ന, അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് വേണ്ടത്. കുത്തക മുതലാളിമാരാണ്, ഇവർക്ക് ഒരുപാട് ഷിപ്പുകളും കണ്ടെയ്നറുകളൊക്കെ ഉണ്ട്. അവർക്കുണ്ടാകുന്ന നഷ്ടമാണോ കാണുന്നത്? ജനങ്ങൾക്കുള്ള നഷ്ടവും അവർ നാളുകളിൽ എങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു ആകുലതയാണ് ഞങ്ങൾക്കുള്ളത്. ആ ആകുലത സർക്കാർ മനസ്സിലാക്കണം. അടിയന്തരമായിട്ടൊരു ആശ്വാസം മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം അത് സർക്കാർ അത് പിടിച്ചു വാങ്ങണം കമ്പനിയിൽ നിന്ന്. തീർച്ചയായിട്ടും പിടിച്ചു വാങ്ങണം. അത് സർക്കാർ ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യമാണ്. കമ്പനിക്ക് അങ്ങനെ ഒരു ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കിതൊന്നും നഷ്ടമൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കപ്പൽ ആലപ്പുഴയിൽ അപകടത്തിലുണ്ടായ കപ്പലിന് 1000 കോടി രൂപയുടെ നഷ്ടമെന്നാണ് പറയുന്നത്. അവർ 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഇവർ വെളിയിൽ പറയുന്നതെങ്കിൽ അവർ ഇൻഷുറൻസിന് പറയുന്നത് എന്തായിരിക്കും നമുക്കറിയില്ല. അതിനോടൊപ്പം 1000 കോടി നഷ്ടത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അവർ പറയണം. ഇനി സർക്കാർ ഇതിനകത്ത് എന്തൊക്കെ കേസെടുത്തു, ഏത് നിലവാരത്തിലാണ് കേസെടുത്തത്, ഏതൊക്കെ രീതിയിലാണ് ഇൻഷുറൻസ് തുക പിടിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സർക്കാർ പറയണ്ടേ. കപ്പലിനെക്കുറിച്ചോ കപ്പൽ മുതലാളിമാരെക്കുറിച്ചോ മാത്രമല്ല സംസാരിക്കേണ്ടത്, പകരം തീരദേശവാസികളെക്കുറിച്ച് സംസാരിക്കണം. അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കണം. അവരെ എങ്ങനെ താങ്ങി നിർത്തുന്നു എന്നാണ് സർക്കാർ. അവരുടെ ജീവനും സ്വത്തിനും എപ്പോഴും സംരക്ഷണം നൽകുന്നു. അവർ ഏത് രീതിയിലാണ് സംരക്ഷണം നൽകുന്നത് എന്ന് സർക്കാർ പറയേണ്ട, ആ ഒരു നിലപാട് പറയേണ്ട ഒരു സമയം കൂടിയാണ്. തീർച്ചയായും നമുക്ക് റിജിയോട് ചോദിക്കാം. റിജി, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ മേഖലയെ പ്രതിനിധീകരിക്കുന്ന പാട്രിക് മൈക്കിൾ പറയുന്നത്. നോക്കൂ, ആലപ്പുഴയ്ക്ക് സമീപം കടലിൽ മുങ്ങിയ ലൈബീരിയൻ കപ്പൽ MSC എൽസ 3 17 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് റിജി ലൂക്കോസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. സർക്കാർ ഈ കമ്പനിയിൽ സമ്മർദ്ദം ചെലുത്തി ഏറ്റവും പെട്ടെന്ന് ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആശ്വാസ സഹായമെങ്കിലും വാങ്ങിയെടുക്കേണ്ടതില്ലേ? അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? മാത്രമല്ല, നേരത്തെ പാട്രിക് മൈക്കിളിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അവരുള്ളത്. ഇപ്പോൾ ട്രോളിംഗ് ബാൻ വരാൻ പോകുന്നു 15-ന് ട്രോളിംഗ് ബാൻ വരാൻ പോകുന്നു. മാത്രമല്ല, ഈ മത്സ്യവിപണിയെ അത് ബാധിച്ചിരിക്കുകയാണ്. മത്സ്യം വാങ്ങുന്നില്ല പലരും. ഇപ്പോൾ നോക്കൂ, ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ കുറെ കൂടി ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതല്ലേ? സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല റിജി, പക്ഷേ പൊതുവിൽ നിങ്ങളൊന്ന് നോക്കൂ, ഇവരുടെ അവസ്ഥയൊന്ന് നോക്കൂ. അപ്പോൾ സർക്കാർ കുറെ കൂടി ഗൗരവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അനിൽജി, ഞാൻ വൈകിയാണ് ചർച്ച പങ്കെടുക്കുന്നത്. എനിക്കൊരു അല്പസമയം തരണം. ഇത് ഒരു അന്തർദേശീയ മാനങ്ങളുള്ള ഒരു വിഷയമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിനൊരു ഇന്റർനാഷണൽ മാരിടൈം നിയമമുണ്ട്. അത് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നത്. അത് അംഗീകരിക്കാത്തവരാണ് ഈ പറയുന്ന ഈ സൊമാലിയൻ അടക്കമുള്ള കുടക്കൾക്കാർ, അതുപോലെ തന്നെ ഹൂതി വിമതരെ പോലുള്ളവരൊക്കെ. അല്ലാത്തവരെല്ലാം അത് അംഗീകരിക്കും. കാരണം എന്താ പറയുക, ആദ്യമേ ഒരു ഷിപ്പ് ഒരു പുറംകടലിൽ, അല്ലാതെ കപ്പൽ ചാനലിലോ അല്ലാത്തടത്തോ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അത് ഏത് രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്ക് ഉള്ളിലാണോ ആ രാജ്യത്തിന്റെ പ്രാഥമിക ചുമതല എന്ന് പറയുന്നത് ആദ്യമേ അവിടെ പോയി കിട്ടാവുന്ന ഏറ്റവും ഏർലിസ്റ്റ് അവിടെ എത്തി അവിടുത്തെ മനുഷ്യരെ അതിനകത്തുള്ളവരെ ഹ്യൂമൻ ബീങ്സ് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റു റിസ്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ കൊച്ചി കടൽത്തീരത്ത് നമ്മുടെ ഏതാണ്ട് 7 കിലോമീറ്റർ പറയുകയാണെങ്കിൽ 120 കിലോമീറ്റർ ദൂരെ MSCയുടെ നിരക്ക് 630 കണ്ടെയ്നറായിട്ട് വന്ന ഷിപ്പ് അവിടെ പറഞ്ഞു. അതിലാണ് നല്ല ശതമാനം പറഞ്ഞു ഇവിടെ നമ്മുടെ തീരങ്ങളിൽ കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. അതിൽ പല അന്തർദേശീയ ഈ മെറൈനുമായിട്ട് ബന്ധപ്പെട്ട ജേർണലുകളിലും പോർട്ടലുകളിലും വന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇതൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നേ പറയത്തുള്ളൂ വിദേശങ്ങളിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യം എന്നാ പറയണം, അല്ലാണ്ട് കേരള സ്റ്റേറ്റ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് പോരാണ് തർക്കിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത് എന്ന് അന്തർദേശീയ രീതിയിലുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാര്യം? കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഈ 100% പഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഷിപ്പുകൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഈ അടുത്ത കാലത്തുണ്ടായ 2 സംഭവം ഞാൻ ഈ ചർച്ചയിൽ പ്രതിപാദിക്കും. അതിപ്പം പ്രഭാരം പാലരെ പോലുള്ള സാറൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്താൻ പറ്റുന്നുണ്ട്. ഹോങ്കോങ്ങിന് തുറമുഖത്തിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് 10-20 കിലോമീറ്റർ ദൂരത്തിൽ 1800ഓളം കണ്ടെയ്നറുകളുള്ള ഒരു ഷിപ്പ് മറിഞ്ഞു. ആ ഷിപ്പ് അതിനകത്ത് ഇതുപോലത്തെ അപകടകരമായ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു. പൊതുവെ ഈ ഷിപ്പുകളിലൊക്കെ അത്തരം കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത, കാരണം അത് എയർ കാർഗോയിലൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല.
അത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പിന്നീട് നമുക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ അതിലൊക്കെ ഏറ്റവും അത്ഭുതകരമായ കാര്യം സംഭവം ഉണ്ടായി. ശ്രീലങ്കയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊളംബോ പിന്നെ തുറമുഖത്ത് നിന്ന് 12-13 കിലോമീറ്റർ ദൂരെ പ്ലാസ്റ്റിക് ഗ്രാനുൾസ് മാത്രമുള്ള 1500 കണ്ടെയ്നറുള്ള ഒരു ഷിപ്പ് മുങ്ങിപ്പോയി. ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഗ്രാനുൾസാ. നേരത്തെ പാട്രിക് ഒക്കെ പറഞ്ഞ ആ വികാരം ഞാൻ ഉൾക്കൊണ്ടു. കാരണം ഇതൊരിക്കലും ലീക്കേ ആകത്തില്ല. പ്ലാസ്റ്റിക് അത് ഫിഷൊക്കെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് വയറ്റി കിടക്കത്തേ ഉള്ളൂ, സ്വാഭാവികം. പക്ഷേ എത്ര ധൈര്യമായിരുന്നു അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ. കാരണം അതിന് കപ്പാസിറ്റി രാജ്യത്തിലില്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോലും സഹായത്തിന് നമ്മളെ മെറൈൻ ടീമിനെ അവിടെ വിട്ടുന്നവരുടെ. പക്ഷെ ഇവിടുത്തെ സംഭവം എന്താ, ഇവിടെ ഇപ്പൊ ഫിഷിന് പ്രശ്നമുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം ലോകത്തിൽ ഈ കപ്പൽ അപകടം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും സീസണലായിട്ട് നടക്കുന്നുണ്ട്. പലയിടത്തും അപകടം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. കപ്പലുകൾ തമ്മിൽ ഇടിക്കുന്നതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ അപകടം ഉണ്ടാകാം. പിന്നെ ഇവിടെ ചർച്ച ചെയ്ത തീവെപ്പാണ്, അത് മറ്റെന്തെങ്കിലും അന്തർദേശീയ ലോബി നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതാണോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ഒരിക്കലും അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഈ ഹൈടെക് ഒരിക്കലും ചെയ്യത്തില്ല. അത് അങ്ങനെയൊക്കെ പറഞ്ഞ് ചർച്ച കൊണ്ടുപോയാലും കുഴപ്പമെന്ന് അറിയോ? നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രതിവാദങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് അത് ക്ഷീണം ചെയ്യും. ഇന്ത്യ ഗവൺമെന്റ് കേപ്പബിലിറ്റി ഇല്ലായ്മയെ അന്വേഷണത്തിൽ ആണ് തെളിയേണ്ടത്. കാരണം ഇപ്പൊ നേരത്തെ പ്രഭാകരൻ പലരെയും പറഞ്ഞു, അതായത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ശ്രമം, അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. അല്ല, സ്വാഭാവികമായി സംശയങ്ങൾ ഉയരാമല്ലോ. ഞാൻ നേരത്തെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു, അതിനുശേഷം അടുത്തടുത്തായി 2 കപ്പലപകടങ്ങൾ നടക്കുന്നു. അതും ഈ കേരളത്തിലെ ആ ചാനലിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി എല്ലാവരും സംശയിക്കില്ല. അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പൊതുമണ്ഡലത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണെന്നൊന്നും ആരും സ്ഥാപിക്കുന്നില്ല. പക്ഷേ അതുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയല്ലോ. ഇപ്പോൾ ഡോക്ടർ പ്രഭാകരൻ പലരെയും റൂൾ ഔട്ട് ചെയ്തു. അതിനുള്ള സാധ്യതയെ ഇല്ല എന്ന് പറയുന്നു. ഒരു തരത്തിലും വിഴിഞ്ഞം തുറമുഖവുമായിട്ട് കണക്ട് ചെയ്യേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മേഖലയിലുള്ള ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ ആ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വന്നതോടുകൂടി നമുക്കതവിടെ നിർത്താം. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം നമുക്ക് പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം അദ്ദേഹം ഇതിന്റെയൊക്കെ വെൽ എക്സ്പെർട്ട് ആണ്. നമുക്കത് കോമൺ പെർസ്പെക്റ്റീവ് പറയാൻ പറ്റും. എങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ വിഴിഞ്ഞ ചർച്ചയിൽ നിരവധി ദിവസം പങ്കെടുത്തുള്ളവർ. ഇപ്പോൾ അതാണ് സൗത്ത് ആഫ്രിക്കയുടെ തുറമുഖങ്ങളുടെ തീരപ്രദേശങ്ങളിൽ അവരുടെ സമുദ്രാതിർത്തിക്ക് ഇടയിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞാണോ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് കറക്റ്റ്, എന്തായാലും 8ഓളം ഷിപ്പുകൾ അപകടത്തിൽപ്പെട്ടു. ഇതൊക്കെ സംഭവിക്കാതെ അതിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ഏത് വാഹനവും അത് ആകാശത്തിലാണ് ഏറ്റവും സുരക്ഷിത യാത്ര എന്ന് പറഞ്ഞാൽ വ്യോമയാത്രയാണ്. ഷിപ്പിലൊക്കെ സംഭവിക്കാം, ഒരു സംശയമില്ല കാര്യത്തിൽ. പലപ്പോഴും സംഭവിക്കാം. ഇപ്പൊ റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമല്ലേ, ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള 2ാമത്തെ രാജ്യമല്ലേ. അവർക്ക് അവരുടെ പിന്നെ കടത്തീരങ്ങളെല്ലാം 6 മാസം ഫ്രീസറായിട്ട് കിടക്കുക. അവര് ഇറാനോട് ചേർന്നുള്ള സ്ഥലത്താണ് അവരുടെ പിന്നെ നോൺ ഫ്രീസ് ആയിട്ടുള്ള ഏരിയയിൽ അവരുടെ ഷിപ്പുകൾ കിടക്കുന്നത്. തനിയെ ഒരു വാർ ഷിപ്പ് മുങ്ങിപ്പോയി. അപ്പൊ അത് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അവരുടെ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് സംഭവിച്ചതാണ്. വേറെ ആരും ചെയ്യട്ടെ, അമേരിക്ക പോലും അവർ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ സംഭവിക്കാം, കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ ഇന്നത്തെ സംഭവം ഞാൻ പറയാം. ഇന്നിപ്പോ ആ ഷിപ്പ് അവിടെ 135 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ മംഗലാപുരം പോർട്ടിന് അപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഭാഗ്യവശാൽ എക്സ്പേർട്സ് ഇപ്പൊ വെളിയിൽ വിട്ടിരിക്കുന്ന വെച്ചാൽ, ഈ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഉള്ള മനുഷ്യരാണെങ്കിൽ പോലും ശ്രീലങ്കയിലേക്കും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ കിഴക്കൻ തീരങ്ങളിലേക്കാണ് ഈ കണ്ടെയ്നർ ഒഴുകി പോകുന്നതാണ് പറയുന്നത്. അതിനകത്ത് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഷിപ്പ് സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ഞാൻ മനസ്സിലാക്കി ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റനും ആ പോർട്ടും നിങ്ങളുടെ ഇന്ത്യ രാജ്യമാണ്, ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ വന്നിരിക്കുന്നത് ഇന്നൊക്കെ ഐറ്റംസ് ആണ് അതിനകത്തുള്ളത് എന്ന് മെസ്സേജ് കൊടുക്കും ഫ്ലൈറ്റ് പോകുന്നവരെ. ചിലപ്പോൾ നുണ പറയാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കള്ളത്തിലൊക്കെ പറഞ്ഞ് ഈ കഞ്ചാവോ അല്ല അതുപോലെയുള്ള ഈ മറ്റ് ഡേഞ്ചറസ് സാധനം കൊണ്ടുപോകുമ്പോഴാണ് പല രാജ്യങ്ങളും ഇതിനെ പിടിച്ചിടുന്നത്. അതൊക്കെ സംഭവിക്കാം. പക്ഷേ മത്സ്യത്തൊഴിലാളികളിലേക്ക് വരാം. ഇൻഷുറൻസ് കിട്ടുന്നതിനും പിന്നെ കേസ് എടുക്കുന്നതിനും, ഇൻഷുറൻസ് പിന്നെയുള്ള കാര്യം, കേസ് എടുക്കുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച ഇരുന്നപ്പോൾ പ്രശസ്തനായ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, അതിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? അദ്ദേഹമല്ല, ഈ മത്സ്യത്തൊഴിലാളികളെ അടുക്കിൽ നിന്ന് വന്ന ഒരു മത്സ്യത്തൊഴിലാളി ലീഡർ, ഇദ്ദേഹമല്ല, പാട്രിക് അല്ല, പറഞ്ഞത് എന്തുകൊണ്ട് കേരള സർക്കാർ ആ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്തുകൂടാ? നിങ്ങൾ എന്തായി പറയുന്നത്? കേരളം പോലെ ഒരു സംസ്ഥാനത്തെ പോലീസ് ഈ ക്യാപ്റ്റനെ ഒരു അപകടം ഉണ്ടായപ്പോൾ അറസ്റ്റ് കൊണ്ട് വന്നാൽ അത് സോമാലിയക്കാര് കപ്പൽ പിടിക്കുന്ന പോലെ, ഊതികൾ പിടിക്കുന്ന പോലെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. ഒരധികാരം കേരള സർക്കാരിനില്ല. കേന്ദ്ര സർക്കാരിന് പോലും അന്തർദേശീയ മാനങ്ങൾ അനുസരിച്ച് അതിന്റെ നിയമം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ വൈകി എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. നമ്മളങ്ങനെ ചർച്ച ചെയ്യരുത്. എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കേന്ദ്ര സർക്കാരെ കുറ്റപ്പെടുത്താം. കാരണം ഞാൻ ആന്റി BJP കാരനാണ്, ഞാനൊരു CPM കാരനാണ്. പക്ഷെ അത് ശരിയല്ല. നമ്മൾ അന്തർദേശീയ തലങ്ങളിലൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഫ്ലൈറ്റ് എവിടെയെങ്കിലും തകർന്നു പോയാൽ ആദ്യം രക്ഷപ്പെടുത്താനായിട്ട് ഇവിടുന്ന് ഒരാളാണ് അവിടെ, ആ രാജ്യത്തെ സൈന്യമാണ്, അതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഉള്ളവരാണ്. ഇന്ന് ലോകത്തിൽ ഇന്നും നടക്കാത്തൊരു കാര്യം നടന്നത്. എന്തുകൊണ്ട് അത് ഇവരെ അംഗീകരിക്കുന്നില്ല? ഞാൻ അദ്ദേഹത്തിനാണ് ഉദ്ദേശിച്ചത്. എന്താ അറിയോ?
ഡേഞ്ചറസ് സിറ്റുവേഷനിൽ, സ്ഫോടനാത്മക സിറ്റുവേഷനിൽ പിന്നെ ഉൾക്കടലിൽ കിടക്കുന്ന തീ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് നമ്മുടെ മെറൈൻസ് പലരും, അതായത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൽപ്പെട്ട പിന്നെ നമ്മുടെ യോദ്ധാക്കള് പലരും അതിൽ ഡോണിയർ വിമാനത്തിലൂടെ ഇറങ്ങി അവരതെ ക്ലിപ്പിട്ട് പിന്നെ അതിന്റെ വലിച്ചുകൊണ്ട് പോകുന്ന ബോട്ടുകളുമായിട്ട് ആഴക്കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഏത് രാജ്യം ചെയ്യും? ഇതിനുള്ള ഈ ധൈര്യം ആർക്ക് കിട്ടും? നമ്മുടെ ഡോണിയർ വിമാനത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മള് ആ രീതിയിലുള്ള പ്രിക്കോഷൻ പോലെ രാജ്യം എടുത്തപ്പോൾ കടലിൽ വീഴും, അതിനകത്ത് വിഷവസ്തുക്കൾ വരും, നമ്മുടെ മത്സ്യം സംബന്ധിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ സ്വാഭാവികം. അതിനെ നമ്മൾ ഒരിക്കലും അത് മറ്റൊരു ഇതിലേക്ക് കൊണ്ടുപോകരുത്. അത് നമ്മളുടെ രാജ്യത്തിന്റെ അന്തസ്സ് മറ്റു രാജ്യങ്ങൾ കെടുത്തിക്കളയും. ഇനി ഇൻഷുറൻസ് ന്യായമായിട്ട് കിട്ടണം, അത് ഞാനും അംഗീകരിക്കുന്നതാണ്. അത് കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റ് അവധാനതയോടുകൂടി അന്തർദേശീയ മാനങ്ങളും നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇതിനൊരു ഇൻഷുറൻസ് കോടതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രഭാകരൻ ബാലൻ സാറിനാണ് തിരുത്താം. അവിടെ പോയാൽ ഇത് കിട്ടിയിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇറ്റാലിയൻ നാവികരുടെ വിഷയം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇറ്റാലിയൻ നാവികർക്ക് ഇന്ത്യയിൽ നിന്നും റെജി പാട്രിക് ചോദിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടില്ലല്ലോ ഇൻഷുറൻസ് തുക. അപ്പോൾ സ്വാഭാവികമായി സംസ്ഥാന സർക്കാരല്ലേ അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തേണ്ടത്. റെജിയുടെ അടുത്ത ടേണിൽ അതിന് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ ആലോചിക്കാൻ സമയം തരുന്നു. അതായത് ഇവരുടെ പരാതി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ, അവർ ആഗ്രഹിക്കുന്നത് പോലെ സർക്കാർ അവരോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാർ അതിനെ ഗൗരവത്തോടെ എടുക്കണ്ടേ എന്ന ചോദ്യം ഞാൻ വീണ്ടും ഉന്നയിക്കുന്നു. അടുത്ത ടേണിൽ റെജിക്ക് മറുപടി പറയാം. ഡോക്ടർ മധു, കപ്പൽ അപകടത്തിൽപ്പെട്ട സ്ഥലം മലബാർ അപ്പ് വെല്ലിംഗ് റീജിയൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഏറ്റവും നല്ല അയില കിട്ടുന്ന ഒരു ഏരിയ ആണ് ആ പ്രദേശം, അഴീക്കൽ തുറമുഖത്തിനടുത്ത് ആ പ്രദേശത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയ കപ്പൽ, അതുപോലെ ഈ കണ്ടെയ്നറുകൾ, ഇതൊക്കെ അടിത്തട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിലെ വിഷാംശങ്ങൾ ദീർഘകാലം ഈ മേഖലയിൽ പരക്കില്ലേ എന്നുള്ളതാണ്. മാത്രമല്ല, ഞാനത് പാട്രിക്കിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ് നേരത്തെ. ഈ മത്സ്യങ്ങൾ ചത്ത് തീരത്ത് അടിയുന്ന അങ്ങനെ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്, എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ പ്രജനനം നടക്കുന്ന ഒരു കാലയളവിൽ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ, ഒന്നല്ല 2 അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മത്സ്യങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ, ഒരു ദിവസം മത്സ്യം കഴിക്കാതെ അവർക്ക് പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം? ഒന്നാമത് തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, അത് പാട്രിക് സമ്മതിക്കുകയും ചെയ്തു, വിപണിയിൽ വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഈ കടൽ മത്സ്യങ്ങളെ വീണ്ടും ആശ്രയിക്കാമോ? അവരുടെ ആശങ്ക ദൂരീകരിക്കാവുന്ന ഒരു മറുപടി ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ ഒറ്റ മിനിറ്റ് മധു സാറ് പറയട്ടെ. ഓക്കെ. ഈ കാര്യത്തില് ഈ രാസവസ്തുക്കള് ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇത് ഷിപ്പ് വലിച്ചുകൊണ്ട് ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉൾക്കടലിൽ പോയിട്ട് അത് മുങ്ങിപ്പോകുന്നു എന്ന് വിചാരിക്കാം. മുങ്ങിപ്പോയിട്ട് കണ്ടെയ്നറുകളെല്ലാം കടലിന്റെ അടിത്തട്ടില് സ്ഥിതി ചെയ്യും. അപ്പൊ അതിൽ നിന്നൊക്കെ ഈ രാസവസ്തുക്കളൊക്കെ കുറെ ഒരു നീണ്ട കാലത്തിനിടയിലായിരിക്കാം അതൊക്കെ പുറത്തു വരുന്നത്, വെള്ളത്തിൽ കലരുന്നതല്ല. പക്ഷെ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, ഒരു കടലിന്റെ ആ ഒരു വ്യാപ്തി, അത്രയും വലിയ ഒരു സമുദ്രത്തിലേക്ക് ഈ രാസവസ്തുക്കളൊക്കെ പുറത്തു എന്ന് വന്നിരുന്നാൽ തന്നെ അത് വെള്ളവുമായിട്ട് കലരുമ്പോൾ അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ അതൊക്കെ വളരെ ചെറിയ അളവിലേ വരുള്ളൂ. അപ്പോൾ മത്സ്യങ്ങള് വ്യക്തമായിട്ടും അതിന്റെ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. കാരണം ഇതിന്റെ മത്സ്യങ്ങളിൽ അത് മത്സ്യത്തിന്റെ ശരീരത്തിൽ അത് പ്രവേശിച്ച് പിന്നീട് മനുഷ്യൻ ആ മത്സ്യം ഭക്ഷിക്കുമ്പോൾ അത് മനുഷ്യനിലൊക്കെ എത്താം. പക്ഷെ അതിനൊക്കെ ഉള്ളതും അതെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രം ആയിരിക്കാം അതെല്ലാം ഉണ്ടാവുക. അത്ര ഒരു വളരെ പേടിപ്പെടുത്തുന്ന തരത്തിൽ ഇതിന്റെ എല്ലാം ഒരു അളവ് മത്സ്യത്തിലൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് ഏതായാലും ഇതൊരു ലോങ് ടൈം, ഒരു ലോങ് പ്രോസസ്സാണ്, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. കടലിന്റെ അടിത്തട്ടിലൊക്കെ പോയിട്ട് അവിടേക്കുള്ള സൂക്ഷ്മജീവികളെയൊക്കെ, കാരണം ഈ രാസവസ്തുക്കളെ പുറത്തു വന്നാൽ അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ അത് ബാധിക്കാം.
പക്ഷെ മത്സ്യങ്ങളിൽ എത്തിയിട്ട് അത് മനുഷ്യന്റെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലൊക്കെ ആവും എന്ന് നമുക്ക് ഉടനെ തന്നെ അത് ഒരു ഒരു സമീപ ഭാവിയിൽ അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു വക കാണുന്നില്ല. അതുകൊണ്ട് വളരെ ആശങ്കപ്പെടേണ്ട വളരെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ മത്സ്യം നമുക്ക് ഇപ്പോൾ മനുഷ്യൻ അങ്ങനെ ഒരു പേടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓരോ ആളുകളുടെയും ഒരു ധാരണയാണത് മത്സ്യം ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു മത്സ്യം തീരെ നമ്മൾ കഴിക്കാൻ പാടില്ല. ഇപ്പൊ കാരണം കടല് ഇത് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. കടലിന്റെ ജലത്തിന്റെ പ്രവാഹം എങ്ങനെയാണ്, കാറ്റിന്റെ ഗതി എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്ത് ഏതെല്ലാം ഡയറക്ഷനിലേക്കൊക്കെ, അപ്പൊ നമ്മുടെ തീരപ്രദേശങ്ങളിലേക്കൊക്കെ ഇത് വരുമോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാനും പറ്റില്ല. അതിനൊക്കെയുള്ള ചില ശ്രമങ്ങൾ, ചില മാത്തമാറ്റിക്കൽ മോഡലുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഇൻകോയിസ് പോലെയൊക്കെയുള്ള ഏജൻസികൾ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് പ്രവചിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മത്സ്യം കഴിക്കില്ല. അല്ല സാർ, സ്വാഭാവികമായിട്ട് ആ മേഖലയിലുള്ള സാമ്പിളൊക്കെ കളക്ട് ചെയ്യില്ലേ അല്ലേ? തീർച്ചയായും. അപ്പൊ സാമ്പിളുകൾ കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വേണ്ടത് അടുത്ത ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെയൊക്കെ ഈ സമുദ്ര തീരങ്ങളിലും നമ്മുടെ തീരങ്ങളിലും അതുപോലെയുള്ള ഈ കപ്പൽ മുങ്ങിയ പ്രദേശങ്ങളിലും ഒക്കെ സാമ്പിളുകൾ ശേഖരിച്ച് അത് അനലൈസ് ചെയ്ത് അത് ഈ രാസവസ്തുക്കളുടെയൊക്കെ പ്രസൻസ് അവിടെ ഉണ്ടോ, അതിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട അതിനുള്ള ഒരു സമഗ്രമായ ഒരു പരിപാടി കൂടെ നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ സർവകലാശാലകളും അതുപോലെ സമുദ്ര ഗവേഷണ സ്ഥാപനങ്ങളും അവരെല്ലാവരും കൂടി അതിനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി അത് ഉടനെ തന്നെ ആരംഭിക്കണം. അതും കൂടെ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്രഭാകരൻ സാർ, നേരത്തെ ഇവിടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള നാടകം ആയിട്ടൊക്കെ നമ്മൾ അവിടെ പരാമർശിച്ചു പോയി. പക്ഷേ നോക്കൂ, ഇതൊക്കെ വർഷങ്ങളെടുക്കില്ലേ അല്ലേ? ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച് എത്ര വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ഇവർക്ക് ഈ ഇൻഷുറൻസ് തുക കിട്ടുക? അപ്പോഴും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ നടത്തിയ അന്വേഷണം 1 മാസം കൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിലും വലിയ അപകടങ്ങൾ, എത്രയോ അപകടങ്ങൾ ഒരു മാസം തന്നെ വേണ്ടി വന്നിട്ടില്ല. പക്ഷെ അവിടെ ഇൻഷുറൻസ് തുകക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ല സാർ, ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ. ഇപ്പം പറഞ്ഞു ഇതിപ്പം കത്തിയതാണോ എന്നുള്ളത്. അപ്പോൾ ഇത് അന്വേഷണത്തിൽ എങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്? കോസ്റ്റ് ഗാർഡ് കൂടി ഇത്തരം കേസുകൾ അന്വേഷിക്കാറില്ലല്ലേ? എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഇത് കത്തിയതാണോ അല്ലെങ്കിൽ കത്തിച്ചതാണോ എന്നുള്ളത്? അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ കുറ്റകൃത്യവും ഓരോ തരത്തിലല്ലേ. ഞാൻ ഒരു കൊലപാതകം തന്നെ ഞാൻ അന്വേഷിക്കുന്നത് അതേമാതിരിയുള്ള കൊലപാതകം, പക്ഷെ അതിന് കാരണം വേറൊന്നായി മാറുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കല്യാണവും അതിനുശേഷമുള്ളൊരു കൊലപാതകങ്ങളും. ഇതൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ കേസും അതിൻ്റെതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ട്. അത് ഞാൻ പറയട്ടെ. ഏതായാലും ഞാൻ ആ എൻഫോഴ്സ്മെന്റിൽ പെടുന്ന വ്യക്തിയാണ്. ഓരോ കടപ്പൽ അപകടവും ഓരോ തരം ബയോമെട്രിക്സ് അതിനുണ്ട് എന്ന് പറയാം. ആ സിഗ്നേച്ചർ കണ്ടുപിടിക്കണം. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇത് മനസ്സിലാക്കുന്നവർക്ക് സാധിക്കും. കോസ്റ്റ് ഗാർഡ് ടീമായിട്ടല്ല പോകുന്നത്, പക്ഷെ കോസ്റ്റ് ഗാർഡിലെ ഒരു ഓഫീസറെ ഗവൺമെന്റ് നിശ്ചയിക്കും. പ്ലേസ് ഓഫ് ഒക്കറൻസ് കടലാണ്. അതെ, പക്ഷെ ഒരു വലിയ പ്രശ്നമായി ഞാൻ കടൽ എന്ന് പറയുന്നതിനെ പറ്റി ആർക്കും അറിയില്ല. പക്ഷെ കടലിൽ പോകുന്നവർക്ക് കുറച്ചൊക്കെ അറിയാം എന്ന് ഞാൻ പറയും. വേറെ ടെറൈൻ ആണത്. 8 ടെറൈൻ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. നമ്മൾ ഗവൺമെന്റിന് 8 സ്റ്റേഡിയത്തിൽ കളിക്കണം. അങ്ങനെ 8 സ്റ്റേഡിയത്തിൽ 2ാമത്തെ സ്റ്റേഡിയമാണ് നമ്മുടെ കടൽ എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള വിവരം അധികം ഇല്ല ആർക്കും. ലോകത്തിൽ എവിടെയും കുറച്ചൊക്കെ അമേരിക്കക്കുണ്ട്, കുറച്ചൊക്കെ ചൈനക്കുണ്ട്, ഇന്ത്യക്ക് പോരാ എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു രാജ്യമായിരുന്നു തുടക്കം മുതലേ. അപ്പോൾ അവിടെ പക്ഷെ എന്നാലും നമ്മൾ എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട്, എത്രയോ കേസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇൻഷുറൻസ് ആരാണ്, അവരുടെ വക്കീലന്മാർ ആരാണ്? നമ്മൾക്ക് കൊച്ചിയിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വക്കീലന്മാരുണ്ട്. അവരെ ജോലി ഏർപ്പെടുത്തണം. അതൊക്കെ എങ്ങനെയാ ചെയ്യാൻ എനിക്കറിയില്ല. അതിന് നേതൃത്വം വേണം. അത് തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിലൊക്കെ നല്ല നേതൃത്വമുള്ള സംഘടനകളുണ്ട്. അവർക്ക് വേണമെങ്കിൽ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ വേറൊരു സംഗതി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. പക്ഷെ അതും ഈ ആക്സിഡന്റുമായിട്ട് ബന്ധമില്ല.
നമ്മളുടെ കരയിൽ ബിസിനസ് നടക്കുമ്പോൾ, ഇൻഡസ്ട്രീസ് നടക്കുമ്പോൾ, കമ്പനീസ് ആക്ടിൽ, കമ്പനി ലോയില്, ഇപ്പൊ പ്രത്യേകിച്ച് 2013 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനി ലോയില് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ലീഗൽ മാൻഡേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ ബോർഡിൽ ഉണ്ടാകുമ്പോൾ അന്ന് തുടങ്ങിയതാണ് ഞങ്ങളൊക്കെ. ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു നിയമമല്ല വാസ്തവത്തിൽ അന്ന്. ഇപ്പോൾ അത് നിയമമായി മാറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ കോർപ്പറേറ്റ് ഓഷ്യൻ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ മിസ്റ്റർ പാട്രിക് പറഞ്ഞ സംഗതി, അതായത് കോർപ്പറേറ്റ് ഓഷ്യൻ റെസ്പോൺസിബിലിറ്റിയിൽ കൂടെ കോർപ്പറേറ്റ് കമ്പനികൾ ഇതിൽ, അതായത് ഷിപ്പിംഗ് കമ്പനികളൊക്കെ ഒരു സോഷ്യൽ സാമൂഹികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയിട്ട് തീരദേശവാസികളെ ബന്ധപ്പെടുത്തുക എന്ന ഒരു പുതിയ സംഗതി തുടങ്ങാം. അതിന് യാതൊരു വിഷമവുമില്ല. അത് നിയമപ്രകാരം നമ്മുടെ കമ്പനീസ് ആക്ടിൽ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1-2 യൂണിവേഴ്സിറ്റികളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു നിപ്പൺ ഫൗണ്ടേഷന്റെ ഒരു ചെയർമാൻ ഉണ്ട് ജപ്പാനിൽ, ലെപ്രസിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അതും ഷിപ്പിംഗ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി. അപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ ഗൾഫ് ഓഫ് മലാക്ക സ്ട്രേറ്റിൽ ഉണ്ടായിരുന്ന ആ പൈറസി, കുറെ മുമ്പുണ്ടായിരുന്ന പൈറസി, ഇന്തോനേഷ്യൻ ആച്ചെ പൈറസി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി ഇദ്ദേഹമാണ് പറഞ്ഞത്, എന്തുകൊണ്ട് ഷിപ്പിംഗ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ഷിപ്പിംഗ് കമ്പനീസ് കുറച്ച് പണം, ഒരു ഫണ്ട് ഉണ്ടാക്കി അവിടെ നമുക്ക് പ്രത്യേകിച്ചും പൈറസിയെ തടയാൻ ശ്രമിച്ചുകൂടാ എന്ന്. അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റും ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ കപ്പൽ ഉടമകളോടും ഒരു സംഭാവന കൊടുക്കുക, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനി ആക്ടിൽ തന്നെ കൊണ്ടുവന്ന് ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ആ സംഗതി, അതായത് തീരദേശവാസികൾ പ്രത്യേകിച്ചും മത്സ്യബന്ധനക്കാർക്കും മത്സ്യപ്രവർത്തകർക്കും വേണ്ടി എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി, അല്ലാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കുവാൻ സാധിക്കും, അവർക്ക് സംഭാവന കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ കോടതിയിൽ തന്നെ പോകേണ്ടി വരും, നിയമപ്രകാരമുള്ള ആരെങ്കിലും പിടിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ വാദപ്രതിവാദം, ആർബിട്രേഷൻ ഒക്കെ നടത്തി അതിനൊന്നും അധികം സമയം എടുക്കില്ല ഇപ്പോഴത്തെ കാലത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ പാട്രിക്, നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, അതെന്തായാലും ഒരു പ്രയോറിറ്റി ബേസിസ്, മുൻഗണനാ അടിസ്ഥാനത്തിൽ അതിനൊരു പരിഹാരം സർക്കാർ കണ്ടെത്തേണ്ടതാണ്. എന്താണ് ഇമ്മീഡിയറ്റ് ഡിമാൻഡ്? എന്താണ് ഇമ്മീഡിയറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങളുടെ അപ്പനപ്പന്മാർ ഞങ്ങൾ ഇവിടെ മത്സ്യബന്ധനം നടത്തിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് വിപണനം നടത്താൻ പറ്റാത്ത സാഹചര്യം, മറ്റുള്ളവർ മത്സ്യം വാങ്ങാത്തൊരു സാഹചര്യമുണ്ട്. ഇതിൽ ഞാനൊരു കൃത്യമായൊരു കാര്യം പറയാം. അതിലിപ്പോൾ മധു സാർ പറഞ്ഞു കൃത്യമായിട്ട്. അതെ, അങ്ങനെ ആശങ്കപ്പെടേണ്ട എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നതല്ലോ. പക്ഷേ ജനങ്ങളുടെ ആശങ്ക മാറിയിട്ടില്ല. കാരണം ഈ എക്സ്പേർട്സ് പറയുമ്പോൾ അവർക്ക് വിശ്വാസം വരും. അല്ല അത് പറഞ്ഞോട്ടെ, സാർ പറയണം, അത് വിശ്വാസത്തിലെടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. സാർ പറയുന്നത് അതൊക്കെ വളരെ നന്നായിട്ട് TV ചാനലിലൂടെയൊക്കെ പോവുകയും അത് അവർ വിശ്വാസത്തിലെടുത്ത് മീനുകൾ മേടിക്കണം, അത് തന്നെയാണ്. മത്സ്യം മേടിച്ച് അവർ ഭക്ഷണം പാചകം ചെയ്യണമെന്നാണ് നമുക്ക് പറയാം. പക്ഷേ ഞാനിത് പറയുന്നത്, സർക്കാർ തന്നെയാണ് ആദ്യം പറഞ്ഞത് ഈ ഒരു കപ്പൽ ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങളാരും കടലിലേക്ക് പോകരുത്, നിങ്ങളാരും അത് എടുക്കരുത്, തുടരുത് എന്നുള്ളൊരു സമീപനമുണ്ടായത്. പക്ഷേ ഈ പറയുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളൊക്കെ ഇവിടെ വന്നു, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തീരത്ത് വന്ന് നോക്കിയാൽ അറിയാം. ഇത് തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെയുള്ള ഒന്നിൽ കോർപ്പറേഷനോ അതല്ലെങ്കിൽ പഞ്ചായത്തോ അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകളോ ആരെങ്കിലുമൊക്കെ ആകട്ടെ, അവരിത് കൃത്യമായി മണൽ അരിച്ചു മാറ്റി ഈ സാധനങ്ങൾ ബാഗിലാക്കി തീരത്ത് നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരള തീരത്ത് കാണുന്നത് എന്താണ്? അപ്പുറത്തൊരു കുഴി എടുത്ത് വെച്ച് ഈ സാധനം അവിടെ നിന്ന് മണലോട് കൂടി വിടുകയാണ്. 2 തിരയടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും മുകളിലോട്ട് വരുന്ന ഒരു സാധ്യതയാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനമല്ല അവിടെ. അപ്പോൾ നിരന്തരമായ ഒരു തീരദേശം മൊത്തത്തിലൊരു ക്ലീൻ ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ടാവണം. ജനങ്ങൾ ഇത് മാറ്റണം. ഇത് കുട്ടികളോ മറ്റുള്ളവരോ ബീച്ചിലോ മറ്റുള്ളവരത്തോ വന്ന് കളിക്കുമ്പോൾ അവർ അറിയാതെ പോലും ഇത് വായിലോട്ട് പോയാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു ജീവനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മൾ പിന്നെയും അത് കാണേണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ കൊടുക്കാതെ എത്രയും വേഗം തീരദേശം കംപ്ലീറ്റും ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു കാര്യമുണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരോ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട കോർപ്പറേഷനോ പഞ്ചായത്തോ സന്നദ്ധ സംഘടനയോ ആരും ആയിക്കൊണ്ടിട്ട് തീരദേശം കംപ്ലീറ്റും ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധി ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഈ വിപണനം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ നിർത്തേണ്ട സാഹചര്യം. ഇപ്പോൾ പ്രഭാരൻ സാർ പറഞ്ഞു 1 മാസം കൊണ്ടൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ ഇൻഷുറൻസ്.
സർക്കാർ പറയണം, ഞങ്ങൾ തീരദേശത്ത് ഇങ്ങനെ ഒരു 2 കപ്പൽ ദുരന്തമുണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കപ്പൽ ദുരന്തം ഉണ്ടായപ്പോൾ ഈ കപ്പൽ ഓണറിനോട് ഞങ്ങൾ ഇത്ര രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. ആ നഷ്ടപരിഹാരത്തിന് ഞങ്ങൾ ഇന്ന രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഈ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുമെന്നുള്ളൊരു രീതി പറയണം. അവർക്കൊരു വിശ്വാസം വരണ്ടേ? ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ പറയുമ്പോഴാണ് പ്രഭാകരൻ സാർ പറയുന്നത് 1 മാസം കൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം. അത് നിയമം അനുസരിച്ച്. ഞാൻ പ്രഭാകരൻ സാറിൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. സാർ, ഈ കപ്പൽ കമ്പനികൾക്ക് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡോമിനിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറ് പറയണം. അതുപോലെ തന്നെ മർച്ചൻറ്റ് ഷിപ്പിംഗ് ആക്ട് 1958 നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇന്ധന ചോർച്ച, അപകടങ്ങൾ, നാവികരുടെ ജീവഹാനി ഉണ്ടാകുന്ന കാര്യം, മൂന്നാമതൊരാൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്ന ഒരു നിയമം അതിനകത്തുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. ആ പാലിക്കപ്പെടണമെങ്കിൽ ആ നിയമങ്ങൾ സർക്കാരിന് മനസ്സിലാക്കി കൊടുക്കാൻ സാറിനെ പോലെയുള്ള ആളുകൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നിരന്തരമായി പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തൊക്കെ നിയമങ്ങളുണ്ടോ, അതല്ലെങ്കിൽ ഈ കമ്പനികൾ എടുക്കേണ്ട ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് തുകയല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് കമ്പനിക്ക് യാതൊരുവിധ നഷ്ടമുണ്ടാകുന്നില്ല. നമ്മളൊരു ബൈക്ക് ആക്സിഡൻറ്റോ കാർ ആക്സിഡൻറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നല്ലല്ലോ പോകുന്നത്, ഇൻഷുറൻസുകാരല്ലേ കൊടുക്കുന്നത്. അതിന് വേണ്ടിയാണല്ലോ ഇൻഷുറൻസ് തുക നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവണം. അത് എന്ത് ആക്റ്റാണ് അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ നിയമം എന്നുള്ളത് കൃത്യമായി പ്രഭാകരൻ സാറിനെ പോലുള്ളവർക്ക് അത് കൃത്യമായി പറയാൻ സാധിക്കും. അത് സർക്കാരിൽ ഒന്ന് എത്തിക്കാനും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ടുള്ളൊരു നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഈ നടപടികളും മറ്റു കാര്യങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ തീരദേശത്തുള്ള ജനതയെ കൂടെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ തീരദേശം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ കൃത്യമായി ഉണ്ടാകേണ്ടത്. അവിടെ ഇപ്പോഴും കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് മാറ്റണം. ആശങ്കകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഇപ്പോൾ മത്സ്യം കഴിക്കാത്തവരാണെങ്കിൽ മധുസാറ് പറഞ്ഞതുപോലെ മറ്റു കാര്യങ്ങൾ അതൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ പ്രഭാകരൻ സാർ, ആക്ടിൻ്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇല്ല, അതിനെപ്പറ്റി പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരുമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഞാനൊക്കെ കേരളത്തിലല്ല, എത്രയോ ദൂരെയാണ് കിടക്കുന്നത്. പക്ഷെ അത് ചെയ്യാൻ സാധിക്കും അവിടുത്തെ ഗവൺമെന്റും കലക്ടറും ബാക്കിയുള്ളവരൊന്നും. പക്ഷെ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിന് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ബില്ലുണ്ട്, 2024 ഒരു പുതിയ ബില്ല് വന്നിട്ടുണ്ട്, ഷിപ്പിംഗ് ബില്ല് എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, കോസ്റ്റൽ ഷിപ്പിങ്ങിന് പ്രത്യേകമായിട്ടും വേറൊരു ബില്ലും വരുന്നുണ്ട്. 1-2 വർഷങ്ങൾക്കകം അത് വളരെ കാര്യമായിട്ട് തന്നെ ആക്ടായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ സീരിയസ് ആയിട്ടൊരു ബില്ലാണ്. അത് ഒരിക്കലും ഇന്ത്യ പ്രതീക്ഷിക്കാത്തൊരു ബില്ലാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നിയമങ്ങളൊക്കെ മാറും. അതിൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ നേതാക്കന്മാർ എങ്ങനെയാ നോക്കിയിട്ട് അത് പാർലമെന്റിൽ വാദിക്കണം, ലോക്സഭയിലും വാദിക്കണം. ആ ബില്ലായി നന്നായിട്ട് വരുന്നുണ്ട്. അത് എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു ബില്ലാണ്. വരികയാണെങ്കിൽ പല ഗുണങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അവിടെ എനിക്ക് തുറന്ന് പുറപ്പെടാൻ പറ്റില്ല, പക്ഷെ സാധിക്കും. വളരെ എളുപ്പമാണെന്നാണ് എന്റെ അഭിപ്രായം. അത് ഞാൻ അവിടെ വല്ല IAS കളക്ടറെ കാണുമ്പോൾ ഞാൻ സംസാരിക്കാറില്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധ്യമാണ്, ഇതൊക്കെ സാധ്യമാണ്. സംഗതികൾ കുറെ ഒന്നായി വരുന്നുണ്ട്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ടാങ്കർ ഈ കണ്ടെയ്നർ ഷിപ്പാണ് മുങ്ങിയിട്ടുള്ളത്. കണ്ടെയ്നർ ഷിപ്പ് എന്നാൽ വളരെ ബാക്കിയുള്ള ഷിപ്പുകളെ അപേക്ഷിച്ച് വളരെ നിരുപദ്രവിയായിട്ടൊരു ഷിപ്പാണ് ഇത്. ഓയിൽ ടാങ്കർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ലക്ഷക്കണക്കിന് ടൺ ക്രൂഡ് ഓയിൽ നമ്മുടെ കേരള തീരത്തേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവം? നമ്മുടെ കിണറുകളിലൊന്നും വെള്ളം എടുക്കാൻ പറ്റില്ല പിറ്റേ ദിവസം. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതൊന്നും അല്ല നമുക്ക് വന്നിട്ടുള്ളത്. അവിടെയൊക്കെ പല മാറ്റങ്ങളും IMO കൂടെ ഡബിൾ ഹൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വന്നിട്ടുണ്ട്. അലാസ്കയിൽ, അമേരിക്കയിൽ ഇതുപോലെ മലിനീകരണം വന്നിട്ട് കോസ്റ്റ് ഗാർഡിനെതിരായിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നാശം ഉണ്ടാക്കിയെന്നും വേണ്ടി കോസ്റ്റ് ഗാർഡിനെതിരായിട്ട് വരെ കേസ് പോയിട്ടുണ്ട് അവിടെ നിന്ന്. അത് നമ്മുടെ നാട്ടിലും ഇത് ആവശ്യമാണ്. ഗവൺമെന്റിനെതിരായിട്ട് കേസ് പോകണം. അത് എന്ന് ഞാൻ പറയും. പക്ഷെ അത് ഗവൺമെന്റിനെതിരായിട്ട് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാന്ന് വിചാരിക്കരുത്. പക്ഷെ അന്യോന്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈജിപ്തിൽ പോയിട്ട് ഇന്ത്യൻ ഷിപ്പുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണെന്നാണ് ഞാൻ പറയുക. പക്ഷെ അതിന് അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കണം. ഒന്നാമത് മത്സ്യം, നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് 1-ാം തരം ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഫിഷറീസ് ശാസ്ത്രജ്ഞന്മാർ.
ഒന്നാന്തരം ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒന്നാന്തരം ലാബറട്ടറികളുണ്ട്, ഒന്നാന്തരം ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, ഒന്നാന്തരം വിദ്യാഭ്യാസ സംഘടന യൂണിവേഴ്സിറ്റികളുണ്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നോളജ് നമ്മുടെ കയ്യിലുണ്ട് കേരളത്തിൽ. യെസ്. അത് നമ്മൾ ഒന്നിച്ചിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ തരക്കേടില്ല എന്ന് ഞാൻ പറയും. അതിന് ഈ രണ്ട് സംഭവങ്ങൾ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ ചുരുക്കത്തിൽ പല മാറ്റങ്ങൾ നമുക്ക് വരും എന്ന് നമ്മൾ തുടർന്ന് കൊണ്ടുപോവുകയാണ്. ഓക്കെ റിജി ലൂക്കോസ്, റിജി നോക്കൂ, ഈ നമ്മുടെ തീരപ്രദേശം ക്ലീൻ ചെയ്യാനുള്ള ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. തമിഴ്നാട് വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തു, പക്ഷേ കേരളത്തിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് കുറ്റപ്പെടുത്തലായിട്ട് കാണരുത്, ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. തീർച്ചയായിട്ടും മിസ്റ്റർ പാട്രിക്കിന്റെ അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുന്നതാണ്. കാരണം ഈ കടൽ തീരങ്ങളിൽ നിരവധി തവണ യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒന്നാമതിന് അവരുടെ മനുഷ്യരോട് നമുക്ക് അവിടെ ജീവിക്കുന്ന മനുഷ്യരോട് നമുക്ക് വലിയൊരു സ്നേഹമുണ്ട്. കാരണം അവർ കളങ്കമില്ലാത്ത തൊഴിൽ ചെയ്യുന്നവരാണ്. കടലിന്റെ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. കടലിൽ ഉണ്ടെന്ന് പറയുന്ന രഹസ്യങ്ങളുടെ കലവറ, അതിനെക്കുറിച്ച് തന്നെ പല കവിതകളും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇന്നലെ വൈകുന്നേരം മുതൽ വാർത്തകൾ വന്നെങ്കിലും ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല എല്ലാവരും. നമ്മുടെ MSC ചരക്കൽപ്പിന്റെ സമീപത്തു നിന്നുള്ള വീണിരിക്കുന്ന കടൽ ഈ ഓയിൽ പാളികളും പാടങ്ങളും അതെല്ലാം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓൾറെഡി തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞു. അതിനകത്ത് സ്കൂബ ഡൈവിംഗ് പരിചയമുള്ളവരും പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ പ്രവർത്തകർ രണ്ട് ചെറിയ ഷിപ്പിൽ ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കടൽ ക്ലീൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഒരുപക്ഷെ ഇതിന്റെ വിദഗ്ധരുടെ ഇതിന്റെ എന്താ പറയുക വ്യാപ്തിയുടെ അനുസരിച്ച് ഒരുപക്ഷെ കൂടുതൽ അടിച്ചിട്ട് ശേഷം അല്ലെങ്കിൽ പിന്നെ വീണ്ടും തുടർച്ചയായിട്ട് വരുമല്ലോ. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കോസ്റ്റ് ഗാർഡും കേരള ഗവൺമെന്റിന്റെ സംയുക്തമായിട്ടുള്ള സംരംഭത്തിലാണ്. കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് പാലക്കാൽ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധാരണ കേരള സർക്കാരിന്റെ ആണെന്നുള്ള അല്ല. അത് ഇന്ത്യ ഗവൺമെന്റ് 1960 കൊണ്ടുവന്ന ഒരു പിന്നെ എന്താ പറയാ നമ്മുടെ തീരദേശ സംരക്ഷണ സേനയാണ്. അവരുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് ഒന്ന് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പിന്നെ ഈ റിസ്ക്യൂ ഓപ്പറേഷൻസ്. പിന്നെ ഇത്തരത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ചെയ്യുന്നുള്ള കാര്യം തർക്കമില്ല. ചെയ്യുന്നതിന് സ്പീഡ് കൂട്ടണം. പിന്നെ ഇൻഷുറൻസ് അവരത് അർഹതപ്പെട്ടവരുണ്ട്, എന്നാ സംശയക്കാരില്ല. അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ കുറ്റം കൊണ്ടല്ലാത്ത അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പക്ഷെ നേരത്തെ പ്രഭാരം പാലസേന പറഞ്ഞ പോലെ ഞാനിന്ന് പോരുന്നതിന് മുമ്പ് പല പിന്നെ ഇത് നോക്കിയപ്പോൾ ഈ മറ്റേത് കടലുകളേക്കാൾ എളുപ്പത്തിൽ കിട്ടുന്നതാണ് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകട ഇൻഷുറൻസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് വലിയൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഇറ്റാലിയൻ അത് കപ്പലപകടത്തിലെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു വന്ന ആ സംഭവത്തില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവര് 1 വർഷത്തിനുള്ളിൽ തന്നെ ആ കോമ്പൻസേഷൻ കൊടുത്തു. ബാക്കിയുള്ള നിയമ നടപടികളിലൂടെ അവർ രക്ഷപ്പെട്ടു. വേറൊരു വസ്തുത. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടുന്നുണ്ട്. നമ്മൾ പാനിക്കാക്കാതിരിക്കുക ആൾക്കാരെ. ഗവൺമെന്റ് ഇപ്പൊ 1000 രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്, സൗജന്യ അരി കൊടുക്കുന്നുണ്ട്. ഇനിയും അവർക്ക് കൈത്താങ്ങ് നൽകണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം നമ്മുടെ ഏറ്റവും വലിയ പിന്നെ എന്താണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ് കടപ്പുറത്ത് പിന്നെ കടപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അവരേതാണ്ട് 50 ലക്ഷത്തോളം ജനങ്ങൾ കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ജീവിക്കുന്നതിന്റെ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പഴയതിനേക്കാളൊക്കെ വളരെ നല്ല രീതിയിൽ. കാരണം അവരും ജീവിക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞു, കഠിനാധ്വാനം ചെയ്തു. അപ്പൊ ആ നല്ല ചോദിച്ചോളൂ. ഇല്ല അവസാനിപ്പിക്കാൻ സമയമായി റിജി. നമുക്ക് അല്ല, ഞാൻ പറയുന്നത് അതിനകത്ത് ശക്തമായ വാദം, എനിക്കൊരു വാദമുണ്ട്. അവരെ സംരക്ഷിക്കണം, അവർക്ക് ഇൻഷുറൻസും അവർ അർഹരാണ്, അവർ ചെയ്യാത്ത തെറ്റാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് മേടിച്ചെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ അതിനകത്ത് അവധാനത കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലോകത്ത് ഒരു രാജ്യത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കീപ്പ് ചെയ്യാനായിട്ട് മാത്രമേ ഇപ്പൊ കാത്തിരിക്കുന്നുള്ളൂ. നമുക്ക് മുൻപരിചയമില്ലാത്തൊരു സബ്ജക്റ്റ് ഇത്. അതുകൊണ്ട് ആളുകൾ പലരും ഇതിന് വ്യാഖ്യാനിക്കും. ഇതൊരു അന്തർദേശീയ മാനങ്ങളുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിന്റെ അവധാനതയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ വേഗത്തിൽ ചെയ്ത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിതം സംരക്ഷിക്കാൻ അവർക്കുള്ള ഇൻഷുറൻസ് വാങ്ങിക്കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, എന്തായാലും ഈ സംവാദം കഴിഞ്ഞ ഉടനെ തന്നെ റിജി ലൂക്കോസ് നമ്മുടെ സജി ചെറിയാനെ ഒന്ന് ഫോൺ ചെയ്ത് പാട്രിക് മൈക്കിൾ അദ്ദേഹം ഉന്നയിച്ച ചില ചോദ്യങ്ങൾ മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, അതിനുള്ള സാധ്യതകൾ താങ്കളൊന്ന് വ്യക്തിപരമായി അതൊന്ന് ആരായണം, അതിലൊന്ന് ഇടപെടണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു സംവാദത്തിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന കുറേ ആശങ്കകൾക്ക് അത് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഭാകരൻ പലേരി, അതുപോലെ ഡോക്ടർ മധു, അവരൊക്കെ ഉത്തരം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയുടെ ആ ആശങ്ക അത് പാട്രിക്കും കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അപകടങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർക്കാർ
ഈ മേഖലയുടെ മത്സ്യത്തൊഴിലാളി മേഖലയുടെ മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവരുടെ ആശങ്കകൾക്ക്, അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ പ്രതിസന്ധിക്ക് കൂടി പരിഹാരം കാണാൻ ഉടൻ തന്നെ ഒരു ഇടപെടൽ നടത്തണം എന്നും അഭ്യർത്ഥിക്കുന്നു. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.